നിങ്ങളോടൊന്ന് പറയാനായിട്ട് എനിക്കുള്ള ആത്മനിയോഗമുള്ള കാര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക. വചനം അങ്ങനെയാണല്ലോ പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് കേൾക്കാൻ എന്താണ് ഇഷ്ടമുള്ളത് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന് എന്താണ് പറയാൻ ഉള്ളത് എന്ന് കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എനിക്കെന്നുള്ള നിയോഗത്തിലേക്ക് ഞാൻ ഒന്ന് കടക്കുക. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വേദഭാഗത്തെയാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം, അതിൻ്റെ 14 മുതൽ ഉള്ള ചില വാക്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒരാളൊന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഒരു 3 അധ്യായം യേശുക്രിസ്തു സഭയിൽ വരുന്നതും സഭകളോട് സംസാരിക്കുന്നതുമായ സന്ദേശങ്ങളാണ്. വെളിപ്പാട് പുസ്തകം പൊതുവെ അന്ത്യകാല സംഭവമാണ് എന്ന് പറയുന്നു, ശരിയാണ്. എന്നിരിക്കലും അതിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ ഞാനീ പറഞ്ഞതുപോലെ യേശുക്രിസ്തു സഭയോട് പ്രത്യേകമായി സംസാരിക്കുന്ന, സഭയിൽ വന്ന് സംസാരിക്കുന്ന സന്ദേശങ്ങളാണ്. അവിടെ 7 സഭയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്നാട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദൈവം തിരഞ്ഞെടുത്ത് സംസാരിക്കാൻ ആഗ്രഹിച്ച ഒരു 7 സഭകളാണ്. വേറെ സഭകളുണ്ടായിരുന്നു, എന്നാൽ അവയെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമായിരുന്നത് ഒരു പക്ഷേ ആ ഒരു സഭയുടെ സ്വഭാവം വേറെ ഒത്തിരി സഭകൾക്ക് കാണും, എല്ലാ കാലത്തെ സഭകൾക്ക് കാണും. അപ്പം ഈ 7 സഭയോട് കാര്യം പറയുമ്പോൾ ലോകത്തിലെ എല്ലാവരോടുമുള്ള കാര്യം അതിനകത്ത് പറയാം. അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു 7 സഭകളിൽ അവസാനത്തെ സഭയാണ് ഈ പറയുന്ന ലവോദിക്യ എന്ന പട്ടണത്തിലുണ്ടായിരുന്ന സഭ. അപ്പം ഈ സഭയിലെല്ലാം യേശു നേരിട്ടിറങ്ങി വന്നു. 1-ാം അധ്യായത്തിൽ സഭകളുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ കാണും. ആ സഭകളുടെ നടുവിൽ നിന്നുകൊണ്ട് സഭകളെക്കുറിച്ച് സംസാരിക്കുകയും പ്രധാനമായി അവിടുത്തെ മഹത്വമാണ് 1-ാം അധ്യായത്തിൽ വെളിപ്പെടുന്നത്. എന്നിട്ട് ആ ക്രിസ്തു ഓരോ സഭയിലും ചെന്ന് ആ സഭകളോട് സംസാരിക്കുന്നതാണ് 2ഉം 3ഉം അധ്യായങ്ങളിൽ കാണും. ഞാൻ പറഞ്ഞതുപോലെ അത് ഒടുവിലത്തെ സന്ദേശമാണ് ഈ വായിച്ചു കേട്ട ഈ സന്ദേശം. ഇവ സഭകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ്. സഭയെ ദൈവം എങ്ങനെ കാണും,
ദൈവത്തിൻ്റെ കാഴ്ച ശരിയായ കാഴ്ചയാണ്. എല്ലാം അറിയുന്ന ദൈവപുത്രൻ 1-ാം അധ്യായത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അവിടുത്തെ വലിയ മഹത്വം എല്ലാം അങ്ങോട്ട് വിശദീകരിച്ച് കാണുമ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എന്ന് പറഞ്ഞാൽ കണ്ണല്ല അങ്ങനെ തീ പോലെ പൊള്ളി നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ ഇന്നത്തെ ചികിത്സയിൽ തന്നെ പ്രധാനമായ സമ്പ്രദായമാണ്. ഇപ്പോൾ എന്തൊരു കാര്യത്തിന് പോയാലും ഒന്ന് എക്സ്റേ എടുക്കണം, ഇല്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യണം, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നത്. പണ്ടത്തെ പോലെ പുറമേ ഉള്ളൊരു കാര്യം കൊണ്ട് മാത്രം ഉള്ള ചികിത്സകളല്ല നടക്കുന്നത്. അങ്ങനെ മാത്രം ചികിത്സിച്ചാൽ ശരിയാവില്ല. പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ഡോക്ടറൊന്ന് പിടിച്ചു നോക്കി ചുമച്ച് ഒരു മരുന്നും പറയുന്ന ഒരു സമ്പ്രദായം ചില ഡോക്ടേഴ്സ് ഒന്നും അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിരിക്കലും വ്യാപകമായിട്ട് ഇന്നൊന്ന് പരിശോധിച്ചതിന് ശേഷം, വിശദമായി പരിശോധിച്ചതിന് ശേഷം ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം കൂടി ഇന്ന് നിലവിലുണ്ട്. അതാണ് നല്ലത്. പിന്നെ ഇതെല്ലാം വ്യാവസായികാടിസ്ഥാനത്തിൽ വേണ്ടാത്ത ടെസ്റ്റുകൾ നടത്തുന്ന സമ്പ്രദായം ഉണ്ടെന്നുള്ളതും ശരിയാണ്. എന്നിരിക്കലും അത്യാവശ്യ വിവരങ്ങളെല്ലാം പരിശോധിക്കണം. അപ്പം അതിന് ഉള്ള ഒരു സംവിധാനമാണ് ഈ എക്സ്റേ, സ്കാനിങ് എന്നെല്ലാം പറയുന്നത്. ഒരു തരം രശ്മികൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിട്ട് ശരീരാവയവങ്ങളെ പരിശോധിക്കുന്ന സമ്പ്രദായമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഏത് ഭാഗമെല്ലാം പരിശോധിക്കണോ ആ ഭാഗങ്ങളിലേക്ക് ഒരു തരം നമ്മൾ കാണാതെ ഒരു രശ്മി നമ്മുടെ ശരീരത്തിനകത്തൂടെ പോകുന്നു. അത് ആന്തരിക അവയവങ്ങളുടെ അവസ്ഥ വെളിപ്പെടുത്തും. പുറമെ കാണാൻ പറ്റാത്തത് വെളിപ്പെടുത്തും. അത് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ എന്താണ് പ്രശ്നം എന്ന് കാണാൻ പറ്റുള്ളൂ. അത് കണ്ട് വിലയിരുത്തിയിട്ട് വേണം ചികിത്സ നടത്താൻ. അപ്പം അതിനാണ് യേശുവിൻ്റെ ആ കണ്ണ്, അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണ് എന്ന് പറഞ്ഞാൽ ആ എക്സ്റേ പോലെ ഉള്ള ആ കണ്ണ് അങ്ങോട്ട് കയറി സകലത്തെയും വിവേചിക്കും. ഒറ്റ നോട്ടത്തിന് സകലവും കാണും, അത് വെളിപ്പെടുത്തും. അപ്പം അങ്ങനെ ഓരോ സഭകളിലും കയറി അവരെ പരിശോധിച്ച് വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ഇവ ഓരോന്നും. ഇതെല്ലാ കാലത്തും ഈ സന്ദേശങ്ങൾ സഭകൾക്ക് എല്ലാ കാലത്തും ബാധകമാണ്. ഓരോ കാലഘട്ടത്തിൻ്റെ സഭയാണ് എന്നൊരു വ്യാഖ്യാനം ഉണ്ടെങ്കിലും അതിൽ ഒതുക്കി നിർത്താൻ പറ്റില്ല. ഇപ്പോൾ ഇന്നത്തെ കാലം ലവോദിക്ക സഭയുടെ കാലമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം വ്യാഖ്യാതാക്കൾ ഉണ്ട്. ശരിയാണ്, ലവോദിക്കയുടെ കാലമാണെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതേസമയം സ്മുർണയുടെ കാലം അനുഭവമുള്ള സഭകൾ, വ്യക്തികൾ ഇന്നും ഉണ്ട്. പെർഗമോസിൻ്റെ സ്വഭാവക്കാർ ഉണ്ട്, തുയത്തേരയുടെ സ്വഭാവക്കാർ ഉണ്ട്. അങ്ങനെ എല്ലാ സഭകളിലെയും സ്വഭാവങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. അപ്പം ഇന്നും ഞാനീ പറഞ്ഞതുപോലെ 7 സഭകളുടെയും സ്വഭാവം സഭയുടെ ജനത്തിനിടയിൽ ഉണ്ടാവും. അല്ലാതെ ഇന്നൊരു കാലഘട്ടത്തിൻ്റെ മാത്രം പറഞ്ഞൊതുക്കാൻ സാധിക്കില്ല. എന്നാലും പ്രസക്തികൾ കൂടുതൽ കണ്ടേക്കാം. അപ്പം ഇന്ന് പറയാനുള്ള സന്ദേശം ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് എടുത്തു പറയാൻ എനിക്ക് നിയോഗമുള്ളത്. ഇവരെക്കുറിച്ച് പറയുന്ന ദൈവിക വെളിപ്പാട് ദൈവം സ്കാൻ ചെയ്തിട്ട് പറയാണ്. ആ വെളിപ്പാട് പറയുന്നത് 17-ാം വാക്യം ഒന്നുകൂടെ വായിക്കാവോ? മതി 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 എത്രയാണ് അവരുടെ ദൃഷ്ടിയിൽ, ജനത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ പറയുന്നു, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. ആ പട്ടണത്തെക്കുറിച്ച് പറയുന്നത് വലിയ ധനികരായ ആളുകൾ പാർത്തിരുന്നൊരു പട്ടണമാണ് അന്ന് ലവോദിക്ക പട്ടണം. വലിയ ധനിക. ഒരു സമയത്ത് ഒരു ഭൂകമ്പം ഉണ്ടായി. അവിടെ
ഭൂകമ്പം ഉണ്ടായി, ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു. നാശനഷ്ടങ്ങൾ വന്നപ്പോൾ സബ്സിഡി കൊടുത്ത് ഇത് പണിയാനായിട്ട് സർക്കാർ തീരുമാനിച്ചു. ആ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് സർക്കാരിൻ്റെ കാശ് വേണ്ട, മതിലിടിഞ്ഞു പോയതാണ്, വീടിടിഞ്ഞു പോയതാണ്, വലിയ വലിയ നഷ്ടം ഉണ്ടായതാണ്. അവർ പറഞ്ഞു, നിങ്ങളുടെ കാശ് ഞങ്ങൾക്ക്, സർക്കാരിൻ്റെ കാശ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പണിയാൻ കഴിയും, ഞങ്ങളുടെ കയ്യിൽ കാശുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടം സമ്പന്നരായ ആളുകൾ താമസിച്ചിരുന്ന പട്ടണമാണ് ലബോദിക്ക പട്ടണം. സഭയുടെ സ്ഥിതിയും അങ്ങനെ തന്നെ. സഭയും എന്താണ് പറയുന്നത്? ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല. അങ്ങനെ പറയുമ്പോൾ പറയാവുന്ന മറ്റൊരു വാക്ക് സ്വയതൃപ്തരാണവർ. സ്വയതൃപ്തരാണ്, പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നും ഇല്ല. ഇത് ആത്മമണ്ഡലമാണ്, ഭൗമമണ്ഡലം അങ്ങനെയാണ് എന്നിരിക്കലും ദൈവം കാണുന്ന കണ്ണ് വേറൊന്നുണ്ട്. അവരുടെ കണ്ണിൽ ഒന്നുമില്ല. ഒന്നുകൂടെ പറയുന്നത്, സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. സ്വയതൃപ്തി എന്നുള്ളത് സഭയിലെയും ഒരു പ്രശ്നമാണ്. ഇപ്പം സഭയിൽ നമ്മൾ ഈ ഉണർവും കാര്യമൊക്കെ പറയുന്നുള്ളത് ശരിയാണ് എന്നിരിക്കലും വ്യക്തിപരമായി നമ്മളെ എടുത്തിട്ട് നമ്മളൊന്ന് പറ. സഭയ്ക്കൊരു ഉണർവ് വേണം, വ്യാപകമായിട്ടൊരു ഉണർവ് വേണം. പക്ഷെ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. വേറെ ആർക്കൊക്കെയോ ഉണർവ് വേണം. ഞങ്ങളുടെ സഭയോ കുഴപ്പമില്ല, അങ്ങേ സഭയിൽ ഉണർവ് വേണം. ഇതല്ലേ വ്യാപകമായിട്ടുള്ളൊരു സ്ഥിതി. കാണുന്ന നല്ലൊരു പങ്ക് ആളുകളും തങ്ങൾ വളരെ പ്രാപ്തരാണെന്നും വളരെ കഴിവുള്ളവരാണെന്നും ശക്തരാണെന്നും വിശ്വസിക്കുന്ന, ചിന്തിക്കുന്ന ഒരു സംഘമാണ് ഞാൻ കാണുന്നത്. തനിക്കൊരു കുറവുണ്ട്, ഒരു പോരായ്മയുണ്ട് എന്ന് പറഞ്ഞ് അത് പരിഹരിക്കാനായി വരുന്ന എന്തുമാത്രം ആളുകളെ നമ്മളന്ന് കാണും. ഇപ്പോൾ ഓരോ മണ്ഡലം എടുത്ത് നോക്കിയാലും, നേതാക്കന്മാരുടെ മണ്ഡലം പറഞ്ഞാൽ ഒരു പ്രസ്ബിറ്റർ പറയും തൻ്റെ കാലത്താണ് എല്ലാം നല്ലപോലെ പോകുന്നത്, നേരത്തെ ഇരുന്നവരാരും ഒന്നും ചെയ്തില്ല. പാസ്റ്റർമാർ തന്നെ പറയും നേരത്തെ ഇരുന്നവരെല്ലാം നശിപ്പിച്ചു, ഞാൻ വന്നിപ്പോൾ ഇതൊന്ന് പണിഞ്ഞു വരികയാണ്. ഒരു സ്ഥിതിയാണ്. സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. വിശ്വാസികളുടെ കാര്യവും പറയൂ. ഒരാരാധനയ്ക്ക് വന്നാൽ എനിക്കിന്ന് വല്ലതും കിട്ടണം, എനിക്കൊന്ന് വല്ലതും പ്രാപിക്കണം, എൻ്റെ പക്കൽ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാപിക്കാൻ വേണ്ടി വരുന്നു എന്നും പറഞ്ഞ് ആരാധനയ്ക്ക് വരുന്ന എത്ര മനുഷ്യരുണ്ടാവും? സത്യം പറഞ്ഞാൽ വരുന്നു, പാട്ട് പാടുന്നു, ആരാധിക്കുന്നു, പോകുന്നു എന്നല്ലാതെ ദൈവമേ ഒരു കാലത്ത് എന്നിലുണ്ടായിരുന്നത് ഇന്നില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ ഉണ്ട്, അതെനിക്കൊന്ന് പ്രാപിക്കണം എന്ന് പറയാൻ എത്ര മനുഷ്യരെ കാണും? പൊതുവെ എല്ലാ മണ്ഡലങ്ങളിലും, ഭൗമമണ്ഡലം ഒഴികെ, ആത്മലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ തൃപ്തിയാണ് ആളുകൾക്കെല്ലാം ഉള്ളത് എന്ന് വേണം പറയാൻ. കാശ് കിട്ടിയാൽ ആർക്കും തികയില്ല.
പിന്നെ കൂടുതൽ കാശ് വേണം എന്നുള്ള ആഗ്രഹമേ മനുഷ്യൽ ഞാൻ കണ്ടിട്ടുള്ളൂ. മതി എന്ന് പറയുന്ന ആളുകളുടെ സംഖ്യ താരതമ്യേന വളരെ വളരെ കുറവാണ്. അങ്ങനെ ചിലരുണ്ട് ഇത്രയൊക്കെ മതിയെന്ന്. എന്നാൽ കൂടുതൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് മനുഷ്യർക്കെല്ലാം. നല്ലപോലെ കാശുണ്ട്, ഒരു കമ്പനി തുടങ്ങിയാൽ അതുകൊണ്ട് നിർത്തില്ല, അത് പുരോഗമിച്ചാൽ അടുത്ത കമ്പനി തുടങ്ങണം, അത് കഴിഞ്ഞാൽ അടുത്തത് തുടങ്ങണം, 10 ആവണം, 15 ആവണം. അങ്ങനെ കാശുണ്ടാക്കാനുള്ള ലക്ഷ്യം മനുഷ്യർക്കെല്ലാം വ്യാപകമാണ്. പക്ഷെ ഈ ലക്ഷ്യം ആത്മലോകത്തിലുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. കത്തോലിക്ക സഭയെ നോക്കിയാൽ അവർ പറയും ഞങ്ങളാണ് സത്യസഭ. സ്വർഗത്തിൽ പോകണോ കത്തോലിക്ക സഭ ചേരണം, അല്ലാതെ സ്വർഗത്തിൽ പോകാൻ്റെ മാർഗം ഇല്ല. അതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം. ഓർത്തഡോക്സുകാർ പറഞ്ഞാൽ അവർ പറയും ഞങ്ങളാണ് ഒറിജിനൽ സത്യസഭ, ബാക്കിയെല്ലാം വഴിപഴച്ചു പോയതാണ് എന്നാണ് ഓർത്തഡോക്സുകാരുടെയും യാക്കോബക്കാരുടെയും അവകാശവാദങ്ങൾ. അങ്ങനെ ഓരോ കൂട്ടരും ഇങ്ങോട്ട് വന്നാൽ എല്ലാവരും അങ്ങനെ തന്നെ പറയും. ഏത് സഭയാണ് അങ്ങനെ അല്ലാതെ പറയുന്നത്? ബ്രദറുകാർ വന്നാൽ പറയും ഞങ്ങളുടെയാണ് തനി ഉപദേശം, വചനം അറിയാവുന്നത് ഞങ്ങളാണ്. ബ്രദറുകാരുടെ വിശ്വാസം അങ്ങനെയാണ്. നിങ്ങൾ ഈ അന്യഭാഷയും ഒക്കെ പറയുന്ന പെന്തിക്കോസുകാർ വചന വിപരീതികളാണെന്നും എന്നും അവർ തറപ്പിച്ച് പറയും. പെന്തിക്കോസുകാർ വരുമ്പോൾ പറയും ഞങ്ങളാണ് ഒറിജിനൽ, ആദിമ അപ്പോസ്തോലിക സഭ ഞങ്ങളാണ്, വേറെ എല്ലാം തെറ്റാണ് എന്ന് പറയുന്നതാണ് പെന്തിക്കോസ്തു സമൂഹം. എന്നാൽ നമ്മൾ പറയൂ, ഉള്ള സത്യം പറഞ്ഞാൽ ഈ അപ്പോസ്തോലിക സഭയിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളും അവസ്ഥകളും നിലയും നമുക്കുണ്ടെന്ന് പറയാൻ ശരിക്കും തൻ്റെ ഇടമുണ്ടോ? പെന്തിക്കോസ് കുറഞ്ഞാണെന്ന് ഞാൻ പറയല്ല. ഞാൻ പെന്തിക്കോസുകാരനാണല്ലോ, പെന്തിക്കോസിൻ്റെ നേതാവുമാണല്ലോ. എങ്കിലും ഇതിനെ ദൈവം കാണുന്നത് പോലെ നമ്മളത് കാണണമല്ലോ. നമ്മൾ കാണുന്നത് പോലെയോ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അന്തസ്സ് നിലനിർത്താൻ കാണുന്നത് പോലെയോ കണ്ടാൽ പോരാല്ലോ. മുമ്പ് ഇവിടെ പ്രസ്ബിറ്റർ പറഞ്ഞതുപോലെ ഒരു കാലത്തുണ്ടായിരുന്ന, ഇല്ല നമ്മുടെ കാലത്തിൻ്റെ കുറച്ച് മുമ്പ് ഈ പെന്തിക്കോസ്ത് പ്രസ്ഥാനം തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന ആത്മാനുഭവങ്ങളോ അവസ്ഥകളോ ഇന്നത്തെ സഭയ്ക്കുണ്ട് എന്ന് പറയാവോ? നിങ്ങൾ സമ്മതിക്കില്ലെന്ന് അറിയില്ല. അന്നത്തെ കാലത്ത് കൂടെ കാത്തിരിപ്പ് യോഗങ്ങളുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും സഭയിൽ കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നാണ് എൻ്റെ ബാല്യത്തിലെ എൻ്റെ ഓർമ്മ. ഞാൻ പെന്തിക്കോസ്ത് ജനിച്ചു വളർന്ന ആളാണ്. പ്രവാചകരുണ്ടായിരുന്നു. പ്രവാചകർ നിനക്ക് നന്മ വരും എന്ന് പ്രവചിച്ച് അനുഗ്രഹം പറഞ്ഞ പ്രവാചകരായിരുന്നില്ല അന്നുണ്ടായിരുന്ന പ്രവാചകർ. ഇന്നത്തെ പ്രവചനവും അന്നത്തെ പ്രവചനവും തമ്മിൽ വലിയ സാമ്യം ഞാൻ കാണുന്നില്ല. പാപം ചെയ്തിട്ട് വന്നാൽ കൃത്യമായിട്ട് ആ പാപം വിളിച്ചു പറഞ്ഞ് സഭയ്ക്ക് ശുദ്ധീകരണം വരുത്തുന്ന പ്രവാചകരും ദർശനക്കാരും അന്ന് സഭയിലുണ്ടായിരുന്നു. നിങ്ങൾ പഴയ പെന്തിക്കോസുകാർ പറയും അലസൻ വിശ്വാസി അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് വരുമായിരുന്നില്ല. കാരണം വന്നാൽ പിടിവീഴും. ആത്മതാല്പര്യമുള്ളവരാണ് അന്ന് യോഗത്തിന് വന്നിരുന്നത്. ആർക്കും സഭയിൽ കയറി വരാൻ ഭയമുണ്ടായിരുന്നു. മാത്രമല്ല ഏറെക്കുറെ നല്ലൊരു പങ്ക് ശുശ്രൂഷകന്മാരും കൃപാവരമുള്ളവരും വെളിപ്പാടുള്ളവരുമായിരുന്നു. അവർ പ്രവചിക്കുന്നവരായിരുന്നു. സഭയുടെ തിന്മകൾ വെളിപ്പെടുത്താൻ
ആത്മാധികാരത്തോടെ നിന്ന ഒരു സംഘമുണ്ടായിരുന്നു. അന്ന് ജനത്തിന് ആരാധനയ്ക്ക് വരുന്നത് ഭയത്തോടും ബഹുമാനത്തോടുമായിരുന്നു. ഇന്ന് ഏത് തിന്മയും ചെയ്യാൻ സഭയിൽ കയറി വരാൻ ആർക്കും മടിയില്ല. അവരെന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. സംഭവം പൊട്ടിച്ചു കഴിയുമ്പോൾ മാത്രമേ സംഗതി പിടിവിട്ടു പോയി എന്നറിയുള്ളൂ. മറ്റത് ഇവൻ പ്ലാൻ ചെയ്യുന്നത് വാതിൽ ചവിട്ടുമ്പോൾ തന്നെ വിളിച്ചു പറയുന്ന ആത്മശുശ്രൂഷക്കാർ സഭയിലുണ്ടായിരുന്ന കാലത്ത് ജനത്തിനിടയിൽ ഭയവും ദൈവിക ബഹുമാനവും ഉണ്ടായിരുന്നു. അതെല്ലാം കൈവിട്ടു പോയിട്ട് അല്പം അന്യഭാഷ പറയുക, ചില സമയം അന്യഭാഷയിലൊന്ന് പാടുക. ഇതാണ് ആത്മീകം എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാലമല്ലേ ഇന്നത്തെ കാലം. പരിശോധിച്ചു നോക്കൂ. ഈ അന്യഭാഷ പറയുന്നവർ തനിയെ ഒന്നിരിക്കുമ്പോൾ ഈ അന്യഭാഷ വരുമോ? വരുന്ന ചിലരുണ്ട്. ഈ കൂട്ടത്തിൽ പാടുന്ന കൂട്ടത്തിൽ 10 അന്യഭാഷയും കൂടെ പാടിയെന്ന് പറഞ്ഞാൽ അതാണ് ആത്മീകമെന്നോ അതാണ് ഉണർവെന്നോ ധരിച്ചാൽ, എല്ലാവരും പാടുന്ന കൂട്ടത്തിൽ ആർക്കും ഇച്ചിരി അന്യഭാഷ പറയാം. എന്നാൽ രാത്രി കിടന്നുറങ്ങുന്ന കൂട്ടത്തിൽ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു കിടക്കുമ്പോൾ അന്യഭാഷ പറയത്തക്കവണ്ണം ആത്മാവകത്തുണ്ടോ? അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ആത്മാവിൽ പാടിക്കൊണ്ട് പാചകം ചെയ്യുന്ന ആത്മമണ്ഡലം ഉണ്ടോ? തനിയെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അതിനകത്തിരുന്നുകൊണ്ട് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കൃപയുണ്ടോ? ഇതിനകത്തുനിന്ന് പൊങ്ങി വരുമോ? അതുണ്ടെങ്കിൽ അതിന് മൂല്യമുണ്ട്. മൂല്യമുണ്ട്. ഞാൻ എൻ്റെ ഭാഷയെ വില കുറച്ച് കാണിക്കുകയാണ് എന്ന് ധരിക്കരുത്. പൗലോസ് അന്യഭാഷയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ കുറേ കാര്യങ്ങൾ നിയന്ത്രണങ്ങളായി അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ വരുന്നു, നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും അന്യഭാഷ പറയുന്നു. അവിശ്വാസിയോ അന്യജാതിക്കാരനോ അകത്ത് കയറി വന്നാൽ നിങ്ങളുടെ അന്യഭാഷ അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് തിരിയാത്തതിനാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്നവർ പറയുകയില്ലയോ? 1 കൊരിന്ത്യർ 14 അധ്യായമാണ് ഞാൻ പറയുന്നത്. 24-25 വാക്യമാണ് പറയുന്നത്. അതേസമയം നിങ്ങൾ പ്രവചിക്കുന്നുവെങ്കിലോ അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. ദൈവം വാസ്തവമായി നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് അവന് ബോധ്യമാവും. അവൻ കവിണ് വീട് ഇവിടെ ദൈവമുണ്ടെന്ന് പറഞ്ഞ് ദൈവപ്രവൃത്തി കണ്ട് ദൈവത്തെ നമസ്കരിക്കും. ഞാൻ പറഞ്ഞില്ല അന്യഭാഷ വേണ്ടെന്ന് പറയുന്നതെന്ന് ധരിക്കരുത്. ഞാൻ അന്യഭാഷ പറയുന്നവൻ, ധാരാളം അന്യഭാഷ പറയുന്നത്. പൗലോസ് പറയുന്നത് പോലെ ഒരു പക്ഷേ പലരെക്കാളും കൂടുതൽ അത് ചെയ്യുന്ന ഒരാളായിരിക്കാം ഞാൻ. അങ്ങനെ സ്വയപ്രശംസയ്ക്ക് വേണ്ടി പറയല്ല. ദിവസങ്ങൾ അന്യഭാഷ പറഞ്ഞ് ഞങ്ങൾ സഞ്ചരിക്കാറുണ്ട്. നേരം വിളക്കുമ്പോൾ തുടങ്ങുന്ന അന്യഭാഷ രാത്രി കിടക്കാൻ പോകുന്നത് വരെ അന്യഭാഷ പറയുന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെ പ്രത്യേക ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയങ്ങളുണ്ട്. അപ്പം അതിനൊന്നും ഞാൻ വില കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ ഈ അന്യഭാഷ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആത്മീക ശുശ്രൂഷയ്ക്ക് കൂടിയാണെങ്കിൽ അതിന് വിലയുണ്ട്. അന്യഭാഷയുള്ള പ്രാർത്ഥന നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരിക്കാം. നമ്മുടെ ഒരു പ്രാർത്ഥനാ സംഘം ഉണ്ടെന്നുള്ളത് അറിയാവുന്നവരായിരിക്കുമല്ലോ നിങ്ങൾ. 24 മണിക്കൂർ നിർത്തില്ലാത്തൊരു പ്രാർത്ഥന മലയാളം ഡിസ്ട്രിക്റ്റ് തുടങ്ങിയിട്ട് 1.5 വർഷമായി.
അപ്പം അതിനകത്ത് ഈ അടുത്ത സമയത്തായിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പ്രഭാതത്തിൽ ഒരു 4 മണി കഴിയുമ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലരത്ത് കയറുന്നവരായിരിക്കാം. അതിന് മുമ്പ് തന്നെ ഒരു 2021 പ്രഭാതത്തിൽ ഒരു 5 മണി മുതൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് തുടങ്ങിയിരുന്നു. ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒത്തുകൂടുമായിരുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വിലയില്ലെന്നല്ല ഞാൻ പറയുന്നത്, അതിനൊരു പ്രാധാന്യം ഉണ്ട് താനും. അന്യഭാഷയെ തടയുന്ന കുറേ ആളുകളുണ്ട്, എതിർക്കുന്ന കുറേ ആളുകൾ ഉണ്ട്. അന്യഭാഷ സഭയിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളും ഒരുപക്ഷെ ചില പാസ്റ്റർമാരും കണ്ടേക്കാം. ഒരിടത്ത് ഞാൻ ചെന്നപ്പോൾ ഒരു സ്ത്രീ എനിക്ക് ഒന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ അന്യഭാഷയെക്കുറിച്ച് പ്രസംഗിക്കാനാണ് അന്ന് എനിക്ക് നിയോഗം ഉണ്ടായത്. അപ്പം അങ്ങനെ അന്യഭാഷ സംസാരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രയോജനത്തെക്കുറിച്ചൊക്കെ പള്ളിയിൽ ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് പറഞ്ഞു, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷെ സഭയിലെ പ്രസംഗങ്ങളും പലരും വന്ന് വിമർശനങ്ങൾ നടത്തിയതിൻ്റെയും വെളിച്ചത്തിൽ ഞാൻ നിർത്തിവെച്ചു. എന്നാൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത് കൊണ്ട് അത് വീണ്ടും ചെയ്യാൻ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കും. എന്താണ് അന്യഭാഷയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രയോജനം? പക്ഷെ അന്യഭാഷ വെറുതെ പറയുക മാത്രമല്ല, അന്യഭാഷയിൽ പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയിൽ പാട്ടുണ്ട്. 1 കൊരിന്ത്യർ 14 അധ്യായം അതിന് 14-15 വാക്യങ്ങളിൽ പറയുന്ന പ്രയോഗങ്ങൾ പൗലോസ് പറയാണ്. അന്യഭാഷയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ അതിൻ്റെ 14-15 വാക്യങ്ങളിൽ എന്താണ് വായിക്കുന്നത്? റൈറ്റ്. അപ്പോൾ അവിടെ പൗലോസ് പറയാണ്, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നേരം എൻ്റെ ബുദ്ധിയല്ല പ്രാർത്ഥിക്കുന്നത്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുകയാണ്, എന്നെ കൊണ്ട് ആത്മാവ് പ്രാർത്ഥിപ്പിക്കുകയാണ്. ഇപ്പം അന്യഭാഷ പറയുകയല്ലത്, അത് പ്രാർത്ഥനയായിത്തീരുന്നു. ആകയാൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ബുദ്ധിയിലും പ്രാർത്ഥിക്കും. ആത്മാവിൽ പാടും, ബുദ്ധി കൊണ്ടും പാടും. അപ്പം ആത്മാവിൽ പ്രാർത്ഥനയുണ്ട്, ആത്മാവിൽ പാട്ടുമുണ്ട്. അങ്ങനെ ചെയ്താൽ എൻ്റെ ബുദ്ധി അഫലമാണ്, എൻ്റെ ആത്മാവാണ് അന്നേരം പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ പ്രയോജനം റോമർ 8 അധ്യായത്തിൻ്റെ 26 വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ആത്മാവ് തന്നെ പക്ഷപാതം ചെയ്യും. പറഞ്ഞതിൻ്റെ അർത്ഥം, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന സാധാരണ നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ആവശ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്തൊക്കെയോ ആവശ്യങ്ങൾ നമുക്കറിയാം, അതിനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന സ്വല്പം കഴിയുമ്പോൾ തീർന്നു പോവില്ലേ? നമ്മുടെ മനസ്സിലിരുന്ന കാര്യമല്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞു, പ്രാർത്ഥന തീർന്നു. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും നമുക്കറിയാവോ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ശരീരസ്ഥിതി തന്നെ നിങ്ങൾക്കറിയാവോ? അറിയാമെന്ന് തോന്നിയാലും നിങ്ങൾക്കൊരു രോഗമുണ്ട്, അതിൻ്റെ വേദന തോന്നുമ്പോൾ അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഒരു വീട്ടിൽ പോയി ഞാൻ. അപ്പോൾ ഒരു മനുഷ്യൻ 56-ാമത്തെ വയസ്സ് മരിച്ചുപോയി, ക്യാൻസറായിരുന്നു. അപ്പോൾ അവരെന്നോട് പറയാണ്,
8 മാസമേ ആയുള്ളൂ രോഗം കണ്ടെത്തിയിട്ട്. പക്ഷേ രോഗം കണ്ടെത്തിയപ്പോഴത്തേക്ക് 4th സ്റ്റേജ് ആയിപ്പോയി. പറഞ്ഞതിൻ്റെ അർത്ഥം മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന സ്ഥിതി നില കഴിഞ്ഞുപോയി. അപ്പം പിന്നെ ചികിത്സിച്ചാൽ വേദന കുറയ്ക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പോലും ഒരു വേദനയായി തോന്നുമ്പോഴേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിച്ചാൽ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആത്മാവ് പ്രാർത്ഥിച്ചൂടെ? ചില രോഗങ്ങളോ കഷ്ടങ്ങളോ വരുത്താൻ പിശാച് പ്ലാൻ ചെയ്യുന്ന സമയമുണ്ടെന്നറിയാമോ? നിങ്ങൾക്കൊരു നാശം വരുത്താൻ പിശാച് ഇച്ഛിക്കുന്ന സമയങ്ങളുണ്ടെന്നറിയാമോ? അങ്ങനെ അത് പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനാൽ ഈ ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവർക്ക് പ്രേരണ കൊടുക്കും. ചില അനുഭവത്തിലുണ്ടാവാം. ഇരിക്കുന്ന ഇരിപ്പിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നുന്നവരുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു പ്രേരണ, ആ പ്രേരണ തോന്നുന്നവർ അന്നേരം പ്രാർത്ഥിക്കണം. അല്ല, അന്ന് വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്. 2 ദിവസം കഴിഞ്ഞല്ലേ, ഒരാഴ്ച കഴിഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്. അപ്പം കാരണം എന്തോ ഒരു തകരാറ് എവിടെയോ വരുത്താൻ ശത്രു പ്ലാൻ ചെയ്യുമ്പോൾ അപ്പോഴാണ് ആത്മാവ് ഇത് പറയുന്നത്. പറയുമ്പോൾ ആ സെക്കൻഡിൽ, പിന്നത്തേക്ക് മാറ്റി വെക്കാതെ ആ സെക്കൻഡിൽ, ഒരു ദീർഘമായ പ്രാർത്ഥനയായിരിക്കില്ല, അരമണിക്കൂർ പ്രാർത്ഥനയായിരിക്കില്ല, മേ ബി 2 മിനിറ്റ് ആയിരിക്കാം, 3 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ പാചകം ചെയ്യുന്നതുകൊണ്ടേക്ക് ഇടയ്ക്കായിരിക്കാം. അങ്ങനെ പറഞ്ഞാൽ അന്നത്തെ പാചകം തീർത്ത ശേഷം പോയി പ്രാർത്ഥിക്കാനല്ല, അപ്പോൾ തന്നെ അതൊന്ന് സിമ്മിലിട്ടും വെച്ച് 1 സെക്കൻഡ് ഓടിപ്പോയി ഒന്ന് മുട്ടുകുത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ പിശാച് പ്ലാൻ ചെയ്തത് മുഴുവൻ നിർവീര്യമാക്കി കളയുന്ന ആത്മമണ്ഡലം ഉണ്ടാവും അവിടെ. സ്തോത്രം. ഒരുപക്ഷെ പുറത്തുപോയ ആളിനൊരു വാഹനാപകടം വരുത്താൻ പിശാച് പ്ലാൻ ചെയ്യുന്ന സമയമായിരിക്കാം. അപ്പോഴായിരിക്കാം വീട്ടിൽ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അരമണിക്കൂർ കഴിഞ്ഞാൽ അപകടം നടന്നു കഴിഞ്ഞിരിക്കും. എന്നാൽ പറയുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ നിയോഗമുള്ളവർ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ ആ പ്ലാൻ ചെയ്തതിനെ അപ്പോൾ തന്നെ നിർവീര്യമാക്കി കളയാൻ കഴിയുന്ന മണ്ഡലം ഉണ്ട്. അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രാർത്ഥന വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ആ മണ്ഡലത്തിൽ പോകണം. ജീസസ് അവളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ ശക്തി. ജീസസ് രഹസ്യ. അനേക ദേശങ്ങൾക്ക് സഭയ്ക്ക് വളർച്ചയില്ലല്ലോ. മിക്ക സഭകൾക്കും വളർച്ചയില്ലല്ലോ. ഉള്ളതല്ലേ ഉള്ളൂ. ആദിമ സഭയ്ക്കുണ്ടായ വളർച്ച നമ്മുടെ സഭാമണ്ഡലത്തിലുണ്ടോ? 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതുപോലെ അങ്ങനെ ആളിടിച്ചു കയറുന്നൊരു സമ്പ്രദായം നമ്മുടെ സഭയ്ക്കുണ്ടോ? ഇല്ലല്ലോ. കാലങ്ങളായിട്ട് 25 പേരില്ലാത്ത സഭ നമ്മുടെ സെക്ഷനുകളിൽ ധാരാളമില്ലേ? വർഷങ്ങളായിട്ട് 50 വർഷമായിട്ട് ഉള്ളതിൻ്റെ അത്രയും ഉണ്ട് എന്നല്ലാതെ ഇതിന് വർദ്ധിക്കുന്നൊരു സമ്പ്രദായം നമ്മുടെ എത്ര സഭയിലുണ്ട്? പല ദേശത്തും സഭയ്ക്ക് ഒട്ടും വളർച്ചയില്ലാതായിട്ടും നമുക്ക് ആർക്ക് മനപ്രയാസം, ആർക്കൊരു വേദന? ആർക്ക് വേദന? ജനത്തിന് വേദനയോ പാസ്റ്റർമാർക്ക് വേദനയോ? പാസ്റ്റർക്ക് അവിടുന്ന് മാറി കൂടുതൽ ആളുള്ളൊരു സഭ വേണം എന്നൊരാഗ്രഹമുണ്ടെന്നല്ലാതെ ആ നാട്ടിൽ ജനത്തെ രക്ഷയിലേക്ക് കൊണ്ടുവന്നൊരു സഭ പണിയണം
എന്ന് നിർബന്ധമുള്ള എത്ര പാസ്റ്റർമാരുണ്ട്. സോറി, ഞാൻ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിർബന്ധമായി പറയേണ്ട കാര്യങ്ങളാണ്. വേറെ ആരെങ്കിലും നേടിയെടുത്ത ആത്മാക്കളുള്ളിടത്ത് പോയി പാസ്റ്ററായിരിക്കാനുള്ള ആ ഒരു നിയോഗമാണോ ശരി, അതോ എൻ്റെ ദേശത്ത് ജനം വിടുവിക്കപ്പെടണം, ജനം രക്ഷിക്കപ്പെടണം, ഇവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കണം, ഇവിടെ എനിക്ക് സഭ പണിയണം എന്ന നിയോഗത്തിൽ ആ ദർശനമുണ്ടോ? ദേശങ്ങൾ എളുപ്പമല്ല. ദേശത്ത് ആത്മാക്കളെ രക്ഷിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ആത്മാക്കളെ രക്ഷിക്കണോ? ഈ പുസ്തകത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവനെ വീട്ടിൽ കിടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ കഴിയില്ല എന്നാണ് യേശു പറഞ്ഞത്. അർത്ഥം എന്താണെന്നറിയോ? പിശാച് എല്ലാ വീട്ടിലും കയറി ഭരണം നടത്തുക, അയാളുടെ പിടിയിലാണ്. ആ പിടിയിലായിരിക്കുന്ന ആളെ വേണം വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ. അത് നാട്ടിൽ പാസ്റ്ററാണെന്നും പറഞ്ഞ് എന്നാലൊന്നും പിശാചിന് പേടിയൊന്നുമില്ല. അങ്ങോട്ട് കയറി ചെന്ന് അയാളെ പിടിച്ചു കെട്ടി ഒരു മൂലയ്ക്കൊതുക്കി, മിണ്ടിപ്പോകരുത്, ഈ കുടുംബത്തെ രക്ഷിക്കാൻ ദൈവം എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു, ഈ കുടുംബത്തെ ഞാൻ കൊണ്ടുപോകും, നിന്റെ ആധിപത്യം ഞാൻ പൊട്ടിക്കും, നിന്റെ ശക്തി ഞാൻ നിർവീര്യമാക്കും എന്ന് പറയാൻ ആത്മാധികാരവും ശക്തിയും ഇല്ലാതെ ഈ ശുശ്രൂഷ നടക്കുകയില്ല. ജീസസ്. പിശാചില്ലാത്ത ഒരു നാടുമില്ല, ഭൂതങ്ങൾ വാഴാത്ത ഒരു നാടുമില്ല. ചിലയിടത്തയുടെ ശക്തി കേന്ദ്രം വലുതാണെന്ന് എനിക്കറിയാം, വേദപുസ്തകം അങ്ങനെ പറയുന്നു. ചിലത് പിശാചിൻ്റെ ആസ്ഥാനങ്ങളാണ്. നിന്റെ സിംഹാസനമുള്ളിടമെന്ന്, പിശാചിൻ്റെ സിംഹാസനമുള്ളിടമെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെയുണ്ട്. ഇന്ത്യയിൽ ഒത്തിരി ശക്തി കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലുണ്ട്, പത്തനംതിട്ട ജില്ലയിലുണ്ട്, ധാരാളമുണ്ട് ശക്തി കേന്ദ്രങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് കേരളത്തിൽ പത്തനംതിട്ട ജില്ല. ശരിയാണ്. ഇന്ത്യയിൽ അങ്ങനെ ശക്തിപീഠങ്ങൾ എന്ന് വിളിക്കുന്ന സ്ഥലം തന്നെയുണ്ട്. നിങ്ങളൊരു പക്ഷേ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ രാജ്യം പറയുന്ന പേരാണത്, ശക്തിപീഠം. ശക്തിപീഠം എന്നവർ പറയുന്നതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഭൂതാത്മാക്കളുടെ ആവാസ കേന്ദ്രങ്ങൾ, ദേവന്മാരുടെ ആവാസ കേന്ദ്രം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അവരുടെ നാടാണ്, അവരുടെ ആധിപത്യത്തിൻ്റെ ദേശമാണ്, അങ്ങനെ അവകാശം പറയുന്ന ദേശമാണ്. എളുപ്പമല്ല, അവിടെ പാടാണ്. പക്ഷേ യേശുവാണോ വലുത്, ഭൂതമാണോ വലുത്? യേശുവിൻ്റെ ശക്തിയാണോ വലുത്, ദുർഭൂതങ്ങളുടെ ശക്തിയാണോ വലുത്? പറയാൻ മനസ്സുണ്ടേ പറഞ്ഞോളൂ. സ്തോത്രം. ഈ രാജ്യത്ത് വലിയ ശക്തിപീഠങ്ങളുടെ നടുവിൽ ആയിരക്കണക്കിന് ജനം കൂടി വരുന്ന കൂട്ടങ്ങൾ ഇന്ന് ഉണ്ട് ഈ ഇന്ത്യയിൽ. കൊച്ചു കൊച്ചു കൂട്ടമല്ല, ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന കൂട്ടങ്ങൾ. എവിടെ? വലിയ ശക്തി കേന്ദ്രത്തിൽ. അവിടെ പോയാൽ പുണ്യം കിട്ടും എന്ന് ജനം വിശ്വസിച്ച് ജീവിക്കുന്ന മണ്ഡലത്തിൽ, സ്ഥലത്ത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ആരാധനയ്ക്ക് പോയി ഒരിടത്ത്. ആ പോയത് രാജ്യത്ത് മോക്ഷം കിട്ടുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു യോഗത്തിന് ഒരു കൂട്ടത്തിൽ ഞാൻ ഒരു ചെറിയ ഒരു കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി പോയതാണ്, കുറച്ച് പേര്. പക്ഷെ അവിടുത്തെ സഭായോഗത്തിന് ഞാൻ ഒന്ന് സംബന്ധിച്ചു. ഞാനല്ല പ്രസംഗിക്കുന്നത്, അവിടെ വേറെ ആളുണ്ട്. ഒരു 35,000 പേര് ആരാധനയ്ക്ക് കൂടി വന്നിരിക്കുന്നു. മേക്കൂരയില്ല, ചുമ്മാ ഒരു സ്റ്റേഡിയം, ഓപ്പൺ സ്റ്റേഡിയം, 35,000 പേര്. എവിടെ? പുണ്യകേന്ദ്രത്തിൽ, മോക്ഷം കിട്ടുന്നിടത്ത്. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുന്നു.
ഞങ്ങൾ ചെന്ന ദിവസം വൈകിട്ട് ഞങ്ങളിരുന്നപ്പോൾ അവിടുത്തെ പാസ്റ്ററുടെ കൂടെ സ്വല്പം നേരം ഇരുന്നു. പാസ്റ്റർ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു വൈസ് ചാൻസലറാണ്, യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നപ്പോൾ സ്തോത്രകാഴ്ച പാത്രത്തിൽ നിന്ന് കിട്ടിയ ഒരു കുറിപ്പെടുത്ത് അദ്ദേഹം വായിച്ചു. കുറിപ്പ് ഇങ്ങനെയാണ്, ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നൊരു കുറിപ്പാണ്. അവൾക്ക് കുടുംബ പ്രശ്നം, അവളുടെ ഭർത്താവിൻ്റെ ജീവിതം വഴിപടച്ചു. വിശ്വാസിയല്ല, അയാൾ വേറെ ഒരു സാധാരണ മനുഷ്യൻ. അവരൊരു വീട്ടിൽ താമസിക്കുന്നു, പക്ഷെ അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. അവൾ വെക്കുന്ന ആഹാരം അയാൾ കഴിക്കില്ല, സംസാരിക്കില്ല, ഒരു മുറി കിടക്കില്ല, രണ്ടും രണ്ടായിട്ട് ജീവിക്കുന്നു. അവളുടെ അമ്മ വിളിച്ചു പറഞ്ഞു, അമ്മ ഇവൾ താമസിക്കുന്നതും തമ്മിൽ ഒരു രാത്രി യാത്ര ചെയ്യണം ട്രെയിനിൽ. വിളിച്ചു പറഞ്ഞു, നീ ഇവിടെ വന്നാൽ ഇവിടെ ഒരു പ്രാർത്ഥനാക്കൂട്ടമുണ്ട്, നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അങ്ങനെ ഈ സ്ത്രീ ട്രെയിൻ എടുത്ത് ആ നാട്ടിൽ പോയി. അവിടെ യോഗത്തിന് പോയി. യോഗത്തിന് കാണുന്ന കാര്യങ്ങളെല്ലാം പക്ഷേ നിങ്ങൾ സമ്മതിക്കില്ലായിരിക്കാം. എനിവേ അവിടെ സംഭവിക്കുന്ന കാര്യം, യോഗത്തിന് വരുന്ന ഈ വലിയ ജനത്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ പാസ്റ്റർക്ക് പറ്റില്ല. 35,000 പേര് വരുന്നു, എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? അതുകൊണ്ട് അവരിരിക്കുന്നിടത്ത് തന്നെ ഇരുന്നോണം. പാസ്റ്റർ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. അദ്ദേഹം ചെയ്യുന്ന വിധം, രോഗശാന്തി വേണമെങ്കിൽ അപ്പോൾ വിശ്വസിച്ചോണം, അല്ല വേറെ വല്ലവർക്കും വേണ്ടി രോഗശാന്തിയോ കാര്യം വേണമെങ്കിൽ നിങ്ങളൊരു കർച്ചീഫ് കൊണ്ടുവരണം. ആ കർച്ചീഫ് അന്നേരം പൊക്കി പിടിച്ചോണം. പാസ്റ്റർ തൊടുകയൊന്നുമില്ല, പൊക്കി പിടിച്ചോണം, പ്രാർത്ഥിക്കും. ഈ കർച്ചീഫ് കൊണ്ടിട്ടാൽ രോഗിക്ക് സുഖം ഉണ്ടാവും. അവിടുത്തെ വിശ്വാസമാണ്, അവിടെ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടായിരിക്കാം. ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ മറുപടി പറയുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശരീരത്തിൽ നിന്ന് കർച്ചീഫ് കൊണ്ടിട്ടാൽ രോഗി സുഖമാകുമായിരുന്നോ? ആയിരുന്നോ? 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചോ? പൗലോസിൻ്റെ ശരീരത്തിൽ നിന്ന് റൂമാൽ കൊണ്ടിട്ടാൽ അന്ന് രോഗി സുഖമാകുമായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. അങ്ങനെയാണെങ്കിൽ വസ്ത്രത്തിൽ കൂടി ദൈവശക്തി പോവില്ലേ? യേശുവിൻ്റെ വസ്ത്രത്തിൽ കൂടെ ദൈവശക്തി പോയില്ലേ? വാക്കിലൂടെ ദൈവശക്തി പോയില്ലേ? ഇന്നതില്ലെന്നോ? ഇന്നത്തെ പെന്തക്കോസ്തുകാരില്ലെന്ന് പറയും. ഇന്നത്തെ പെന്തക്കോസ് കൂടിയ പെന്തക്കോസ്താന്ന് നിങ്ങൾ പറയുകയും ആദിമ നൂറ്റാണ്ടിൽ സംഭവിച്ച സംഭവങ്ങളൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്യുന്ന പെന്തക്കോസാണോ ശരി? അതോ ആദിമ നൂറ്റാണ്ടിൽ സംഭവിച്ചത് സംഭവിക്കും എന്ന് പറയുന്നതാണോ ശരി? ഏതായാലും ഈ സ്ത്രീ കർച്ചീഫ് പൊക്കി പിടിച്ചു പ്രാർത്ഥിച്ചു. കർച്ചീഫ് മടക്കി വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ഭർത്താവ് ജോലിക്ക് പോവുകയാണ്. പോകാൻ നേരം ഈ കർച്ചീഫ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ദയവായിട്ട് ഇതും കൂടെ കൊണ്ടുപോകണമെന്ന്. അവിടെ കയ്യിൽ നിന്ന് ഒരു സാധനവും വാങ്ങിക്കത്തില്ല, ഒരു ബന്ധവുമില്ല. എതിര് പറയാതെ ഈ കർച്ചീഫ് വാങ്ങിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയി. സന്ധ്യയായപ്പോൾ തിരിച്ച് ജോലി കഴിഞ്ഞ് വന്നിട്ട് പറയാണ്, ഇവളോട് മിണ്ടാറില്ല, ഇവളുമായിട്ട് ഒരു ബന്ധവുമില്ല. അന്ന് വന്നിട്ട് പറയുകയാണ്, ഇന്ന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു ജോലി സംബന്ധമായി, നീ ഇല്ലാഞ്ഞോണ്ട് എനിക്കൊരു സ്വസ്ഥതയില്ലായിരുന്നെന്ന്. കാലങ്ങൾ തമ്മിൽ മിണ്ടാത്തവൻ ഒരു ദിവസം ഈ കർച്ചീഫ് പോക്കറ്റിൽ കിടന്നതേ ഉള്ളൂ. സന്ധ്യയായപ്പോൾ വന്ന് പറയുകയാണ്, നീ ഇല്ലാഞ്ഞോണ്ട് എനിക്ക് സ്വസ്ഥതയില്ലെന്ന്. ഒരാഴ്ച കർച്ചീഫ് ഇടയിലിരുന്നു. വെള്ളിയാഴ്ച ഇവൾ പറഞ്ഞു, എൻ്റെ കൂടെ അവിടം വരെ ഒന്ന് വരണം. ഇവിടെ കൂടെ എങ്ങും പോകാത്തവൻ എതിര് പറയാതെ പിറ്റേ ദിവസം രാത്രി ട്രെയിനിൽ പോകാൻ സമ്മതിച്ചു. ട്രെയിനിൽ കയറി ഞായറാഴ്ച രാവിലെ ഈ സ്ഥലത്ത് ചെന്നിറങ്ങി. അവിടെ സാക്ഷ്യമാണ് കേട്ടോ, ഞാൻ കഥ പറയില്ല, അവൾ എഴുതി വെച്ച സാക്ഷ്യം പറയാൻ. അവിടെ ചെന്നിറങ്ങി യോഗത്തിന് കയറിയിരുന്നു. യോഗം തുടങ്ങി. സ്വല്പം കഴിഞ്ഞപ്പോൾ ഇവൾ ഈ പുരുഷൻ ഭാര്യയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ്, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി. മേലാൽ നീ അല്ലാതെ എനിക്ക് വേറൊരു ഭാര്യയില്ല.
എന്നോട് ക്ഷമിക്കണം. ഒരു കർച്ചീഫിലൂടെ ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ഒരു കുടുംബത്തിലുണ്ടായി, ഉദ്ധാരണമുണ്ടായി. ഇതവിടുത്തെ സാധാരണ കാര്യം. വ്യാപകമായി ദൈവശക്തി വരികയും ജനം ദൈവത്താൽ വിടുവിക്കപ്പെടുകയും ചെയ്യും. ആത്മാവുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. ആമേൻ. കേരളത്തിൽ നടന്നൊരു കാര്യം, എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം ഞാൻ പറയാം. ഞാനൊരു ദിവസം നിലമ്പൂരൊരു യോഗ നടത്താൻ പോയി. അവിടെ വന്നപ്പോൾ ഒരു പാസ്റ്റർ എന്നെ കണ്ടു, നിലമ്പൂരുകാരൻ്റെ പാസ്റ്റർ വന്ന് എന്നോട് സംസാരിച്ചു. ഞാൻ ഒരു സെമിനാർ നടത്താൻ പോയി. എൻ്റെ സെമിനാറിന് അദ്ദേഹം സംബന്ധിക്കാൻ വന്നതാണ്. വന്നിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. നിലമ്പൂർ ഒരു പാസ്റ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുക. ഒരു ദിവസം ദൈവാത്മാവ് തന്നോട് പറഞ്ഞു, തിരുവനന്തപുരം പട്ടണത്തിൽ റൗഡികളുടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി ഒരു സഭ തുടങ്ങണം. ചെങ്കൽച്ചൂള എന്ന സ്ഥലത്തിൻ്റെ പേര് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, ചെങ്കൽച്ചൂള. അത് വാടക കൊലയാളികൾ, റൗഡികൾ താമസിക്കുന്ന സ്ഥലമാണ്. പട്ടണത്തിനകത്താണ്. അവരുടെ ഒരു കോളനിയാണ്. അവിടെ വേറെ ആരുമില്ല. അവിടെ പോയി സഭ തുടങ്ങാൻ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു. അദ്ദേഹം സഭയുള്ള ആളാണ്. സഭ വിട്ടും വെച്ച് ഇത് അവിടെ പോയി ഒറ്റയ്ക്ക്, കുടുംബത്തെ കൊണ്ടുപോയില്ല, ഒറ്റയ്ക്ക് പോയി. എന്നിട്ട് ഒരു മുറി വാടകയ്ക്ക് എടുത്തു, അതിനകത്ത് തന്നെ. അങ്ങനെ കിട്ടി എന്തായാലും. അതേ ദിവസവും രാവിലെ പുറത്തോട്ടിറങ്ങിപ്പോവും. ചെങ്കൽച്ചൂട മുഴുവൻ നടക്കും. നടന്നിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കും, ദൈവമേ ഈ ദേശത്തെ തരണം, ഇവിടുത്തെ ദുർഭൂത ശക്തികൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, ഈ ദേശത്തിന് സ്വാതന്ത്ര്യം വരണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദേശം ചുറ്റി നടക്കും. വേറൊന്നും ചെയ്യില്ല, അത്ര ചെയ്യുള്ളൂ. യോഗം നടത്തുകയില്ല, ഭവനം സന്ദർശിക്കുകയില്ല, ഒരു കാര്യവും ചെയ്യില്ല. ഇത്രയും മാത്രം ചെയ്യും. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ വാതിൽക്കൽ വന്ന് മുട്ടി. അദ്ദേഹം ചെന്ന് വാതിൽ തുറന്നു. ചെന്നപ്പോൾ പറഞ്ഞു, എന്താ വന്ന്? അത് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം പ്രാർത്ഥനക്കാരനാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, ബോർഡില്ല. പ്രാർത്ഥിക്കണം. എന്താ ആവശ്യം? എനിക്ക് സമാധാനമില്ല, എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിനൂടെ പ്രാർത്ഥിക്കാൻ തിരുവനന്തപുരത്ത് ധാരാളം വിശ്വാസികളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആളുകളാരും ഇല്ല. ഇയാളെയും കൊണ്ട് നേരെ നിലമ്പൂർ പോയി. അദ്ദേഹത്തിൻ്റെ സഭയിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഈ രാജ്യത്തെ വലിയ ഭൂതങ്ങൾ ഓരോന്നോരോന്ന് പേര് പറഞ്ഞ് ഇറങ്ങി. സമാധാനം കിട്ടി. ഇയാൾ നേരെ തിരിച്ച് ചെങ്കൽച്ചൂള ചെന്നു. ചെങ്കൽച്ചൂള ചെന്നിട്ട് തൻ്റെ കൂട്ടു ആളുകളോട്, ഇദ്ദേഹവും കൊലപാതകനാണ്, താൻ തൻ്റെ ഭാര്യയെ കൊന്നവനുമാണ്, വാടക കൊലയാളിയാണ്, തൻ്റെ സഹപ്രവർത്തകരായ കൊലയാളികളോട് പറഞ്ഞു, എനിക്ക് സമാധാനം കിട്ടി, യേശു എനിക്ക് സമാധാനം തന്നു. ഇത് ചെങ്കൽച്ചൂളയ്ക്ക് വ്യത്യാസം വരുത്തി അവിടുത്തെ ഏകദേശം പകുതിയോളം ആളുകൾ പെന്തിക്കോസ്ത് സഭകളിൽ പോകാൻ തുടങ്ങി. നിങ്ങൾക്ക് പോയി പരിശോധിക്കാം. ഇത് പഴയ സെക്രട്ടേറിയറ്റ് തൊട്ട് പുറകിലുള്ള സ്ഥലമാണ് ഈ ചെങ്കൽച്ചൂള എന്ന് പറയുന്നത്. ഇന്ന് അവിടെ ചെന്നാൽ അനേകം വീടുകളും സഭാ-ഹാളുകളാണ്. എന്താ കാര്യം? ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അറിയാൻ മേലാത്ത കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദുഷ്ടശക്തികളെ തകർക്കുന്ന വലിയ ശക്തി ഇതിനകത്തുണ്ട്. ഒതുങ്ങിയിരിക്കുന്ന ദേശങ്ങൾ, സഭകൾ, ആത്മാക്കൾ രക്ഷിക്കപ്പെടാതെ കാലങ്ങൾ ചെയ്തിട്ടും എത്ര പ്രസംഗിച്ചിട്ടും കാര്യം നടന്നില്ലെങ്കിൽ, ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയാനുള്ള സന്ദേശം, ഈ ശുഷ്കമായ സഭകളല്ല ദൈവത്തിന് വേണ്ടിയത്, ആള് വരാത്ത ദേശങ്ങളല്ല ദൈവത്തിന് വേണ്ടിയത്,
സഭകൾ നിറയണം, ജനം കടന്നു വരണം. നിങ്ങളുടെ മിടുക്കുകൊണ്ട് പറ്റില്ല, നിങ്ങളുടെ വൈഭവം കൊണ്ട് പറ്റില്ല. പരിശുദ്ധാത്മാവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. സഭകളുടെ വളർച്ച തീർന്നു എന്ന് ധരിക്കരുത്. ഇനിയും അതിന് വളരാനുണ്ട്. ദേശത്ത് ആത്മാക്കളുണ്ട്. പക്ഷേ ഉണർവെന്ന് പറഞ്ഞാൽ കേവലം കാണിക്കുന്ന ശബ്ദ കോലാഹലങ്ങളും ബഹളങ്ങളുമല്ല. ഇതുകൊണ്ട് ഇവിടെ കെട്ടടങ്ങാനല്ല, ദേശം വിടുവിക്കപ്പെടുന്ന ആത്മപ്രവൃത്തി ഉണ്ടാകുവാൻ എന്നെ കൂടെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ആത്മമണ്ഡലത്തിൽ പോകാൻ ജനം തയ്യാറായാൽ ഇന്നും ദൈവപ്രവൃത്തി നടക്കും. ഇത് ഒരിടത്തെ സംഭവമല്ല. വേറെ ഞാൻ ചെന്നപ്പോൾ ഒരു മിഷൻ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രധാനപ്പെട്ട ലീഡർ എന്നോട് പറഞ്ഞത്, ഞങ്ങളൊരു സ്ഥലത്ത് പുതിയ വേല ആരംഭിക്കുകയാണോ, ആദ്യം ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ പോയി ദേശത്ത് പോയി ആത്മാവിൽ പ്രാർത്ഥിക്കും. 3 മാസം കഴിയുമ്പോൾ ഒരുത്തം വന്നിരിക്കും. വിടുതൽ വേണമെന്ന് പറഞ്ഞ ഒരുത്തൻ വന്നിരിക്കും. ദൈവം തൻ്റെ പ്രവൃത്തി അയക്കും. വിശ്വസിക്കാൻ കേരള സഭയ്ക്ക് മനസ്സുണ്ടോ? ഇവിടുത്തെ പെന്തിക്കോസ്തുകാർക്ക് മനസ്സുണ്ടോ? ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുന്നു, ഈ രാജ്യത്ത് ഉണർവ് വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാജ്യത്തെ അനേകം മനുഷ്യരോട് പറഞ്ഞു. നേരിട്ട് വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. അത് കേട്ട കുറേ മനുഷ്യർ ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. എന്നോടും പറഞ്ഞു, നേരിട്ട് വന്ന് പറഞ്ഞു. എൻ്റെ ഈ കാത് കേട്ടതാണ്. ഞാൻ വിശ്വസിച്ചു. എന്നോട് പറഞ്ഞത് ഒത്തിരി കാര്യം പറഞ്ഞ ശേഷം, അതിൻ്റെ വേദശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞു തന്ന ശേഷമാണ് ഈ ഉണർവ് വരുന്ന കാര്യം എന്നോട് പറഞ്ഞത്. സമയമെടുത്ത് വലിയ വിശദമായ ദൈവശാസ്ത്രം പറഞ്ഞു തന്നതിന് ശേഷമാണ്. ഞാനത് വിശ്വസിച്ചു. പക്ഷെ അതിവിടെ പറഞ്ഞാൽ പറയും, ഉണർവ് വരുന്നെന്ന് പറയാൻ നിന്നോടാര് പറഞ്ഞു? ഇവിടെ എന്ത് ഉണർവ് വരാൻ? ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഉണർവോ? ഇതാണ് ഇവിടുത്തെ ധാരണ. ഇത് വിശ്വസിക്കാൻ ഇവിടുത്തെ യാഥാസ്ഥിതിക പെന്തിക്കോസ്തുകാർ തയ്യാറായോ? ഇവിടുത്തെ എത്ര സഭയ്ക്കാണ് യാഥാസ്ഥിതിക പെന്തിക്കോസ്തുകാർക്ക് വളർച്ചയുണ്ടായത്? ഞാൻ ചോദിക്കുന്നു, എത്ര അസംബ്ലീസ് കോഡുകാർക്കാണ് വളർച്ചയുണ്ടായത്? എത്ര IPC സഭയ്ക്കാണ് വളർച്ചയുണ്ടായത്? എത്ര ചേർച്ച് ബോർഡിൻ്റെ സഭയ്ക്കാണ് അങ്ങനെ വലിയ വളർച്ചയുണ്ടായത്? പണ്ടുണ്ടതിൻ്റെ എത്ര ആളല്ലേ നമുക്കുള്ളൂ. അങ്ങേയറ്റം പോയാൽ 150 അല്ലേ 200. ഇതിൽ കൂടുതലൊരു സഭ ഉണ്ടോ നമുക്ക്? ഉണ്ടോ? എന്നാൽ ഈ കേരളത്തിലെ പട്ടണത്തിൽ നിങ്ങളൊരു പക്ഷേ അംഗീകരിക്കില്ലായിരിക്കാം, 1000, 2000, 3000, 5000, 10000 ആൾ കൂടുന്ന സഭ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സഭ ഉണ്ടെന്നുള്ള സമ്മതിക്കുമോ? ഈവൻ എനിക്കറിയാം, പെന്തിക്കോസ് സഭയുടെ പാസ്റ്റർമാരായിരുന്നവർ അത് വിട്ടിട്ട്, പെന്തിക്കോസ് വിട്ടിട്ടല്ല, സംഘടന വിട്ടിട്ട് ഒറ്റയ്ക്ക് പോയി സഭ നടത്തി. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഇവിടെ തിരുവല്ലയിൽ, ഇവിടെ കോട്ടയത്ത് പലയിടത്തും അന്വേഷിച്ചു നോക്കൂ. തനി പെന്തിക്കോസ്ത് പാസ്റ്റർമാരായവർ ഇതിന് ചട്ടക്കൂട് വിട്ടിട്ട് പുറത്തുപോയി വലിയ സഭകൾ സ്ഥാപിച്ചവർ ഉണ്ടെന്നറിയാമോ? ചട്ടക്കൂട് വിട്ടുപോകാൻ ഞാൻ ആരോടും പറയുന്നതും ധരിക്കരുത്. അസംബ്ലീസ് കൂടെ വിട്ടുപോകുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിനകത്ത് നിന്നുകൊണ്ടും ആത്മശുശ്രൂഷ ചെയ്തുകൂടെ? ദൈവത്തിൻ്റെ ആത്മാവിനെ വിശ്വസിച്ചുകൂടെ? വിമർശിക്കുന്നവരുണ്ടാവാം, കൈത്താങ്ങൽ തരാൻ പലപ്പോഴും ആളില്ല എന്ന് വന്നേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കൈത്താങ്ങലിനേക്കാൾ കൂടുതൽ കൈത്താങ്ങൽ എന്താണ് വേണ്ടത്? ആത്മാവിൽ ആഗ്രഹിച്ച് സ്വയതൃപ്തി വെടിഞ്ഞ് ന്യായങ്ങൾ പറയുന്നത് നിർത്തി, ഞാൻ സമ്പന്നൻ, ധനവാൻ, എനിക്കിത്രേ ഉള്ളൂ, ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇത് മതി എന്ന് പറയുന്നതിന് പകരം ഇതല്ല ദൈവം വെച്ചിരിക്കുന്നത്. ദൈവത്തിന് വലിയ മണ്ഡലങ്ങളുണ്ട്, വലിയ കാര്യങ്ങളുണ്ട്. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്ന് വിളിച്ചു പറഞ്ഞ ദൈവം തൻ്റെ വചനത്താൽ സന്ദർശിക്കുമെന്ന് വിശ്വസിക്കാൻ, അത് അംഗീകരിക്കാൻ, അതിന് പോകാൻ, അതിന് പ്രാർത്ഥിക്കാൻ, അതിന് സമർപ്പിക്കാൻ, അതിന് ത്യാഗം ചെയ്യാൻ തയ്യാറുള്ളവരുണ്ടോ എന്നാണ് ദൈവത്തിൻ്റെ ചോദ്യം. ആമേൻ. പാസ്റ്റർമാരോടും കൂടെ ചേർത്ത് ഞാൻ സംസാരിക്കുന്നു. ആളുള്ള സഭ തേടിപ്പോകുന്നതിന് പകരം വല്ലവരും നേടി ആത്മാക്കളുള്ള തേടിപ്പോകുന്നതിന് പകരം എന്നെ ദൈവം ഉപയോഗിക്കും. എൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങി വരും.
ഈ നാട്ടിൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്, അത് എന്നിൽ കൂടെ ചെയ്യുമെന്ന് വിശ്വസിച്ച് പിടിച്ചു നിൽക്കാൻ, ദുഷ്ടശക്തിയെ കീഴടക്കാൻ, ആത്മമണ്ഡലം ഉപയോഗിച്ച് ഇതിന്റെ കേടുകൾ പൊട്ടിച്ചു കളയാൻ ശക്തിയുള്ളവരായി ആത്മാവിൽ എഴുന്നേൽക്കാൻ ശുശ്രൂഷകന്മാരും ജനവും തയ്യാറുണ്ടോ? ഈ കേരളം നിശ്ചയമായും ഒരു ഉണർവിനെ കാണും. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം ഒരു ഉണർവിനെ കാണണം. അല്ലാതെ ഈ ഉണങ്ങിയ മണ്ഡലത്തിൽ ഇരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചതെന്ന് ശുശ്രൂഷകരറിയണം, ജനമറിയണം. പക്ഷെ സ്വയതൃപ്തി നിർത്താതെ പരിഹാരമില്ല. യേശു പറഞ്ഞില്ലേ, ഞാൻ സുഖമുള്ളവർക്ക് വേണ്ടി വന്നതല്ല, ഞാൻ രോഗിക്ക് വേണ്ടി വന്നതാണ്. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞതിൻ്റെ അർത്ഥം യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അവരെല്ലാം സുഖമുള്ളവരാണ്, അവർക്കൊരു കുഴപ്പമില്ല എന്നാണോ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, അവർക്കെല്ലാം സോക്കേടുണ്ട്. പക്ഷെ സോക്കേടുണ്ടെന്ന് അവർ സമ്മതിക്കത്തില്ല. സോക്കേടുണ്ടെന്ന് സമ്മതിക്കാതെ ആ ആളിനെ ചികിത്സിക്കാൻ പറ്റില്ല. ഡോക്ടർ എന്താണ്, മനുഷ്യനെ പിടിച്ചു നിർത്തി നില്ലടാ അവിടെ, നിന്നെ ചികിത്സിക്കാൻ പോവാണ് എന്നും പറഞ്ഞൊരു ഡോക്ടർ ചികിത്സിക്കുമോ? ഇല്ലല്ലോ. ചികിത്സ വേണം എന്നും പറഞ്ഞ് പോയെങ്കിൽ മാത്രമേ അയാളെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ചില രാജ്യത്താണെങ്കിൽ രോഗിയുടെ അനുവാദമില്ലാതെ ഒരു ചികിത്സയും ചെയ്യല. ഇവിടെ ആണെങ്കിൽ അങ്ങോട്ട് ചെന്നാൽ ഉടനെ ഒരു ഇഞ്ചക്ഷൻ, മരുന്ന്, എന്താണെന്നും പറയത്തില്ല, എന്തിനാന്ന് പറയത്തില്ല, ഡോക്ടറുടെ പേര് പറയുകയില്ല, നേഴ്സിൻ്റെ പേര് പറയുകയില്ല, അങ്ങ് കുത്തുകയാണ്. എന്നാൽ ബാക്കി പല രാജ്യങ്ങളിലും അങ്ങനൊന്നും പറ്റില്ല. ആദ്യം ഡോക്ടറുടെ പേര് പറയണം, എന്താണ് സോക്കേടെന്ന് പറയണം, എന്ത് മരുന്നാണെന്ന് പറയണം, ഈ മരുന്ന് എന്തിനാണ് തരുന്നതെന്ന് പറയണം. ഇതെല്ലാം പറഞ്ഞ് രോഗി സമ്മതിച്ചെങ്കിൽ മാത്രമേ കുത്തിവെക്കാൻ പറ്റുള്ളൂ, മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ദൈവം നല്ല ഡീസൻ്റാണ്. ദൈവം ആരെയും പിടിച്ചു നിർത്തി കോങ്ങായ്ക്ക് പിടിച്ചു വെച്ച് നിലട അവിടെ, നിലടി അവിടെ, നിന്നെപ്പോൾ ഞാൻ ശരിയാക്കാൻ പോവാണ് എന്നും പറഞ്ഞ് ചെയ്യുന്ന ദൈവം അല്ല. അങ്ങോട്ട് എന്ന് എന്നെ കൂടെ സഹായിക്കണം എന്ന് പറയുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഒന്നുകൂടെ എനിക്ക് വിളിച്ചു പറയാനുള്ള നിയോഗം, സ്വയതൃപ്തി അപകടമാണ്. ആത്മജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിൽ ദൈവം തരാൻ തയ്യാറല്ല. ആരാധനയ്ക്ക് രാവിലെ ഓടി വരുന്നത്, ഇന്നെനിക്ക് മഹാരാജാവായ ദൈവത്തെ കാണണം, എനിക്കൊന്ന് തൊഴണം, എനിക്കൊന്ന് നമസ്കരിക്കണം, എന്നെ ദൈവം ഒന്ന് തൊടണം, ഒരു കൃപ ഇന്ന് എനിക്ക് വേണം എന്നും പറഞ്ഞ് ആവേശത്തോടെ വന്നാൽ അവർക്ക് വല്ലതും കിട്ടും. അവർക്കേ കിട്ടുള്ളൂ. അല്ലാതെ വന്ന് ദൈവം പോലും സല്യൂട്ട് ചെയ്യണമെന്ന മട്ടിൽ ഇരിക്കുന്ന കുറേ ആളുകൾ പള്ളിയിലുണ്ട്. ഒരു വലിയ ആളുകളാണ്. അതുകൊണ്ട് ദൈവം അവരെ സല്യൂട്ട് ചെയ്യണം. അവർക്ക് എന്ത് കിട്ടാൻ? ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ആരാധനയ്ക്ക് വന്നിട്ട് എന്താ കിട്ടി? ദൈവത്തെ ഒന്ന് തൊട്ടോ? ദൈവം നിങ്ങളെ ഒന്ന് തൊട്ടോ? ആ ശരീരത്തിലൊന്ന് അറിഞ്ഞോ? ജീവിത മണ്ഡലത്തിലൊന്ന് അറിഞ്ഞോ? ദൈവനിതലകസ്യ അങ്ങ് ദൂരെ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ മേൽ ദൈവശക്തിയുടെ ഒരു പകർച്ച പോയോ? തകർന്നു കിടന്ന മതിൽക്കെട്ട് ഇടിഞ്ഞു കിടന്നില്ലേ? അതിനെ ഒന്ന് പണിയാൻ പറ്റിയോ? അതോ പകരം അവിടെ ചെന്നപ്പോൾ ഉള്ളതും കൂടെ പൊളിഞ്ഞു കിടക്കുന്നോ? എന്താണ് ദൈവസഭയിൽ സംഭവിക്കുന്നത്? എന്താണ് ആരാധനയിൽ സംഭവിക്കുന്നത്? ആരാധന ഒരു പ്രയോജനമില്ലാത്തതെന്നോ? ആരാധന കുറെ പാട്ടും ബഹളമെന്നോ? ഇതെന്നോ ആരാധനയെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, അതിനെക്കുറിച്ച് കൂടി ഞാനൊന്ന് വചനത്തിലൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ആരാധന വലിയ തൃപ്തിയാണ്, നമുക്ക് എല്ലാം ശരിയാണെന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ വചനം പറയുന്നതൊന്ന് നോക്കാവോ? എന്താണ് വചനം പറയുന്ന ആരാധനയെന്ന്? ദൈവം പറഞ്ഞ ഒരു പഴയ നിയമത്തിലെ വാക്യം ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യം കേട്ടിട്ടുണ്ടോ? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8, 9 വാക്യം.
ഓൾറൈറ്റ്, കേട്ടോ വാക്യം? ഒന്നുകൂടെ ശ്രദ്ധിക്കാവോ? ഒന്നുകൂടെ വായിച്ചേക്കാവോ? ദൈവം പറയാണ്, ഞാൻ അവരുടെ നടുവിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് താമസിക്കാനുള്ള ആ സ്ഥലവും അതിനകത്ത് ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കണം ദൈവത്തിന് താമസിക്കാൻ. അങ്ങനെ സ്ഥലം ഉണ്ടാക്കി കൊടുത്താൽ ദൈവം താമസിക്കും എന്നാണ് ദൈവം പറഞ്ഞത്. ദൈവം താമസിക്കാൻ അവിടെ ഇറങ്ങി വന്നു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ ദൈവം അവിടെ ഇറങ്ങി വന്നു. 34-35 വാക്യം. ദൈവം അവിടെ വന്നത് എങ്ങനെയാണെന്നറിയാമോ? എല്ലാം ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തപ്പോൾ ദൈവം താമസിക്കാൻ ഇറങ്ങി വന്നു. ഇനി ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. വെയിറ്റ്. അപ്പം ദൈവം എന്താ പറഞ്ഞത്? എനിക്ക് താമസിക്കാൻ ഇടം വേണം, അത് ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കണം, ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അതിന് മോഡൽ കാണിച്ചു കൊടുത്തു. ആ മോഡൽ പോലെ ഉണ്ടാക്കണം. ഒന്നുകൂടെ പറയുന്നു, ഒരു മാറ്റവും പാടില്ല. നീളം എത്ര വേണം, വീതി എത്ര വേണം, എവിടെ പണിയണം, അതിൻ്റെ ഉയരം എത്രയാണ്, അതിൻ്റെ ഭിത്തി എന്താണ്, അതിൻ്റെ ഫൗണ്ടേഷൻ എന്താണ്, അതിൻ്റെ റൂഫ് എന്താണ്, എല്ലാം ദൈവം പറഞ്ഞു. ഓരോ ഉപകരണങ്ങൾ എവിടെ വെക്കണമെന്നും ദൈവം പറഞ്ഞു. അതിൻ്റെ സ്ഥാനം പോലും ഒന്ന് മാറ്റാൻ അതിൻ്റെ ഏറ്റവും കൂടിയ ആൾ മഹാപുരോഹിതനാണ്. അദ്ദേഹത്തിന് പോലും അനുവാദം ഇല്ല, ഒരാൾക്കും അനുവാദമില്ല. അതുപോലെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ മുമ്പ് വായിച്ച വാക്യം വായിച്ചോളൂ, 34-35 വാക്യം. അപ്പോൾ എപ്പോ? അതിന് മുമ്പിലത്തെ വാക്യം, ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. 33-ാം വാക്യം. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. എല്ലാം ദൈവം പറഞ്ഞ പോലെ ചെയ്തു തീർത്തപ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്നു. അക്ഷരാർത്ഥത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. കാണത്തക്കവണ്ണം, അനുഭവിക്കത്തക്കവണ്ണം പറഞ്ഞാൽ അടുത്ത വാക്യം, ഇങ്ങനെ ദൈവം ഇറങ്ങി വന്നപ്പോൾ മോശയ്ക്ക് അതിനകത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ എഴുതിയിരിക്കുന്നത്. മോശയ്ക്ക് അകത്ത് കയറാൻ മേല ദൈവം വന്നപ്പോൾ. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഈ മോശ ദൈവം ഇരുന്ന മലയുടെ മണ്ടയ്ക്ക് 40 ദിവസം പോയിരുന്ന ആളാ. ദൈവത്തിൻ്റെ കൂടെ നേരിട്ട് ദൈവത്തെ കണ്ടിട്ട് പോയിരുന്ന ആളാ. 40 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. രണ്ടാമതൊരു 40 ദിവസവും പോയിരുന്ന ആളാണ്. ആ മോശയ്ക്ക് ദൈവം തൻ്റെ മന്ദിരത്തിൽ ഇറങ്ങിയപ്പോൾ അതിനകത്ത് കയറാൻ മേല. അത്ര ഭയങ്കര ദൈവസാന്നിധ്യം, ശരീരം അറിയുന്ന ദൈവസാന്നിധ്യം, ശരീരത്തിന് താങ്ങാൻ മേലാത്ത ദൈവസാന്നിധ്യം ആണ് ദൈവസാന്നിധ്യം. അവിടെ ബാക്കി പിന്നെ പറയാം. അതിൻ്റെ കൂടെ അപ്പോൾ ഇത് ദൈവം കാണിക്കുന്ന മാതൃക പ്രകാരം ഉണ്ടാക്കണം. ദൈവം കാണിക്കുന്ന മാതൃക എന്താണ്? എബ്രായ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യം. എബ്രായ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യം. സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മോശ ഉണ്ടാക്കിയത് സ്വർഗത്തിലുള്ളതിൻ്റെ പതിപ്പാണ്, തനിപ്പതിപ്പാണ്. സ്വർഗത്തിൽ എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെ ഭൂമിയിൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ദൈവം കൊച്ചു ദൈവമല്ല, ദൈവം വലിയ ആളാണ്. സ്വർഗമാണ് ദൈവത്തിൻ്റെ സ്ഥലം. ദൈവം പാവപ്പെട്ടവനല്ല. ആരെങ്കിലും അവനവൻ്റെ സൗകര്യത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതിനകത്ത് വന്ന് താമസിക്കത്തക്കോണമുള്ള കൊച്ചു ദൈവമല്ല ഈ ദൈവം. ദൈവം വലിയ ആളാണ്. അവിടത്തേക്ക് മഹത്വത്തിന് ചേരുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കണം. സ്വർഗത്തിൻ്റെ മോഡലിൽ ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ ദൈവം വരും.
അല്ലെങ്കിൽ ദൈവം വരില്ല. സ്തോത്രം. ദൈവം വന്നു എന്നുള്ളത് പ്രകടമാവണം, സംഭവിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് തെളിച്ചു പറയാം. പഴയ നിയമത്തിൽ ദൈവം വന്നു, ദൃശ്യമായി കാണാമായിരുന്നു, അനുഭവിക്കാമായിരുന്നു. മാത്രമല്ല ദൈവം ഇരിക്കുന്ന മുറി എന്നും പറഞ്ഞൊരു മുറി ഉണ്ടായിരുന്നല്ലോ. അങ്ങനല്ല, അതെൻ്റെ ഭാഷയാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ്. അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം ദൈവം ഇരിക്കുന്ന മുറിയാണ്. ആ മുറിയിൽ ആരും കയറിക്കൂടാ. പക്ഷെ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ പ്രത്യേകത അറിയാമോ? ദൈവം ഇരിക്കുന്ന സിംഹാസനം എന്ന് പറയുന്നത് നിയമപ്പെട്ടതാണ്, സിംഹാസനത്തിൻ്റെ രൂപമല്ല. അതിനകത്തൊരു 3 സാധനം ഇരിപ്പുണ്ട്. കാണില്ല, മൂടി വെച്ചിരിക്കുകയാണ്. കണ്ണാടിപ്പെട്ടിയല്ലത്, തടി കൊണ്ടുണ്ടാക്കി സ്വർണം പൊതിഞ്ഞതാണ്. മൂടിയും വെച്ചിരിക്കുകയാണ്, ആർക്കും അകത്ത് നോക്കാൻ പാടില്ല. പക്ഷെ ഒരു 3 സാധനം ഇരിപ്പുണ്ട്. എന്താണ് 3 സാധനം? മന്നയിട്ട് വെച്ച പൊൻപാത്രം, ആഹരോൻ്റെ തളർത്ത വടി, നിയമത്തിൻ്റെ കൽപ്പലകൾ. എന്തിനാണ് ഇതവിടെ വെച്ചിരിക്കുന്നതെന്നോ? ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. എന്താ മന്നയിട്ട് വെച്ച പൊൻപാത്രത്തിനകത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം? ദൈവം തൻ്റെ ജനത്തെ നടത്തും. ഏത് സാഹചര്യത്തിലും ദൈവം തൻ്റെ ജനത്തെ നടത്തും. അതിൻ്റെ ഉറപ്പാണത്, അതിൻ്റെ ഓർമ്മയാണത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരാധിക്കാൻ വന്നവനോട് ദൈവത്തിന് പറയാനുള്ളത്, നിനക്കുള്ള പരിഹാരം എൻ്റെ പക്കലുണ്ട്. അത് കിട്ടിയിട്ട് പോകണം, അത് പ്രാപിച്ചിട്ട് പോകണം. പാടി പ്രാർത്ഥിക്കാൻ വരുന്ന സ്ഥലമല്ലിത്. പാട്ടും പ്രാർത്ഥനയും കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലൊരു സംഭവം നടക്കണം. ദൈവം വന്ന് ദൈവം തൊടണം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവണം. ശരീരത്തിലെങ്കിൽ ശരീരത്തിൽ ആ തൊടൽ അനുഭവിക്കണം. രോഗശാന്തി ഇതിനകത്ത് വരണം. തകർച്ചകളുടെ നടുവിലാണെങ്കിൽ തകർക്കുന്ന ദുഷ്ട പിശാചിൻ്റെ കൈപിടിച്ച് ഞെരിക്കാൻ അധികാരമുള്ളൊരു കരം, നിന്റെ പക്കൽ ബലത്തിന്റെ വ്യാപാരം ഇറങ്ങി വന്ന് പിശാചിനെ ഞെരിച്ച് അതിന് നിൽക്കാൻ മേലാത്ത മണ്ഡലമുണ്ടാക്കാൻ ആത്മശക്തി പ്രാപിക്കുന്ന സ്ഥലമായി അത് ഓടിപ്പോകുന്നൊരു മണ്ഡലം ദൈവസഭയിൽ ഉണ്ടാവണം. അല്ലാതെ ഇന്നത്തെ കാലം പോലെ ദണ്ഡിപ്പിക്കപ്പെട്ടവരായി, ആക്രമിക്കപ്പെട്ടവരായി, മുറിവേറ്റവരായി ശുശ്രൂഷകന്മാരും ജനവും കിടക്കേണ്ട മണ്ഡലമല്ല ദൈവത്തിന്റെ സഭ. അതല്ല പെന്തിക്കോസ്ത് സഭ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനുള്ള സ്ഥലം, അതിന്റെ പ്രവൃത്തികൾക്ക് കേടുവരുത്തേണ്ട സ്ഥലം, അതിന്റെ ആധിപത്യങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ട സ്ഥലം. അത് വിശ്വസിക്കാൻ, അത് ഏറ്റെടുക്കാൻ, അതിന് ബലം കൈക്കൊള്ളാൻ ദൈവസഭയ്ക്ക് ആള് വേണം. പിശാചിനെ പേടിച്ച് ഓടി മറയുന്നവർ, ഒളിച്ചിരിക്കുന്നവർ, പിശാചിനെ കേടുവരുത്തണ്ട, അങ്ങോട്ട് പോകണ്ട, ചെന്നാൽ ആക്രമിക്കുമെന്ന് പറയുന്ന ശുശ്രൂഷക വൃന്ദമേ, ജനമേ, തിരിച്ചറിയൂ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിലവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയവൻ ഇന്ന് ജയം തരാൻ വന്നിരിക്കേ. അത് ജയമെടുക്കാൻ തയ്യാറില്ലാതെ നീ ഓടി പറയുന്നുവോ? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പലതിൻ്റെയും കാലിൽ പാമ്പ് കടിച്ചതുപോലെ ദണ്ഡനം വരുത്തി വിഷം കുത്തിവെച്ച് നിന്റെ കുതിപ്പ് നിർത്തിയിരിക്കുന്നതും, നീ മേലാൽ ഒരു ചുവട് മുമ്പട്ട് വെക്കരുതെന്ന് പറഞ്ഞ് നിന്നെ അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന മണ്ഡലത്തിന്റെ മേൽ ജയമെടുക്കാൻ മനസ്സുള്ളവൻ ഇന്ന് പകൽ ജയമെടുക്കണം.
ജീസസ്. Jesus. Jesus. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വയതൃപ്തി വിട്ടിട്ട് യാഥാർത്ഥ്യം തിരിച്ചറിയണം. എന്താണ് യാഥാർത്ഥ്യം? നീ സമ്പന്നനാണെന്ന് നിനക്ക് തോന്നുന്നു, ധനവാനാണെന്ന് നീ പറയുന്നു, പക്ഷേ എന്താണ് നിന്റെ അസൽ സ്ഥിതി? നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും. ഇതാണ് ദൈവം കാണുന്ന സ്ഥിതി. നമ്മൾ കാണുന്ന സ്ഥിതി ഒന്നുമില്ല, എല്ലാം ശരിയാ. ആ വാക്കുകൾ ഓരോന്നും എടുത്ത് ഞാൻ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം ദാരിദ്ര്യം, വയറൊട്ടി, ആഹാരം കഴിച്ചിട്ട് കാലങ്ങളായി, തുണി ഉടുക്കാനില്ല, പണക്കാരാണ്, പട്ടുടുത്ത് നടക്കുന്നവരാണവർ, ഇഷ്ടം പോലെ ഭൗമിക ആഹാരം തിന്നുന്നവരാണവർ, ഒരു പഞ്ഞമുള്ളവരല്ല. സർക്കാരിൻ്റെ സബ്സിഡി തരാമെന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ ആളുകളാണ്. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആത്മാവിൻ്റെ ആഹാരം കഴിച്ചിട്ട് കാലങ്ങളായി. കണ്ണ് കാണില്ല, കുരുടൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ അവസ്ഥ കാണാൻ കണ്ണ് കാണില്ല, സ്വർഗീയ മണ്ഡലങ്ങൾ കാണാൻ കണ്ണ് കാണില്ല, പാതാളം ഒരുക്കുന്ന കെണികൾ കാണാൻ അവർക്കറിയില്ല, അവർക്ക് ആ ലോകവുമായി പരിചയമില്ല. സ്തോത്രം. സ്ഥിതി ഒന്നുകൂടെ പറയാം. 15-ാം വാക്യം. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ. അവരുടെ സ്ഥിതിയാണ് പറഞ്ഞിരിക്കുന്നത്. അർത്ഥമൊന്ന് ഞാൻ നമ്മുടെ നാടൻ മലയാളത്തിൽ പറയാം. ഈ പട്ടണം ചൂടുറവയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നിരുന്ന ഒരു സ്ഥലമാണ്. ദൂരെ ഒരു സ്ഥലത്തുനിന്ന് ചൂടുറവ, അങ്ങനെ ഉണ്ടോ? കേട്ടിട്ടില്ലല്ലോ? ചൂടുറവ എന്ന് കേട്ടിട്ടുണ്ടോ? ഭൂമിയിൽ ചിലയിടത്തുനിന്ന് ചൂടുവെള്ളം ഉണ്ടാവും. അങ്ങനെ പല ദേശങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ചൂടുവെള്ളം. അപ്പം ആ ചൂടുവെള്ളം ഇങ്ങനെ ഈ നമ്മുടെ ഈ അക്യുഡേറ്റ് എന്നൊക്കെ പറഞ്ഞത് തോടുണ്ടാക്കി കൊണ്ടുപോകുമല്ലോ. അങ്ങനെ തോടുണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ചൂടുമല്ല തണുപ്പുമല്ല, അങ്ങനെ സ്ഥിതി എത്തും. ആ നാടിൻ്റെ സ്വഭാവമാണ്. നാടങ്ങനെ. ഇപ്പം ഇവരുടെ സ്ഥിതി എന്താണ്? വേഗം അങ്ങ് പറയാം. അർത്ഥം ഇതാണ്: അടുപ്പത്ത് കലം വെച്ച് വെള്ളം ഒഴിച്ച് തീ കൊളുത്തി, ഒരു ചൂട് പിടിച്ചപ്പോൾ തീ കെടുത്തി. വെള്ളം ഇപ്പം തണുത്ത വെള്ളമല്ല, തിളച്ച വെള്ളവും അല്ല. ഇവർ തീ കെടുത്തി കളഞ്ഞു. ആ വർഗമാണിത്. ഇത് തിളയ്ക്കാൻ സമ്മതിക്കില്ല. അവർ ഇടയ്ക്ക് നിർത്തി വെച്ചിരിക്കുക. ആത്മീയം ഞങ്ങൾക്കറിയില്ലേ? ആത്മീയം ഞങ്ങൾ കണ്ടതല്ലേ.
ഞങ്ങൾ അനുഭവിച്ചതല്ലേ. ഇതാണ് ഇവരുടെ ഭാഷ്യം. നിങ്ങൾ കണ്ടതേ ഉള്ളൂ ആത്മീയം. നിങ്ങൾ ദൈവത്തെ മൊത്തം കണ്ടോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ മൊത്തം അറിഞ്ഞോ? നിങ്ങൾ പറയുന്ന അന്യഭാഷയേ ഉള്ളൂ ആത്മാവിൽ നിന്ന് ആര് പറഞ്ഞു? അന്യഭാഷ ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവിടെ നിർത്തുന്നതാണോ ആത്മാവ്? അല്ലല്ലോ. ആത്മാവിന് മണ്ഡലങ്ങളില്ലേ? ആത്മാവിന് വെളിപ്പാടുകളില്ലേ? ആത്മാവിന് ദർശനങ്ങളില്ലേ? ആത്മാവ് പാതാളത്തെ തകർക്കുന്നതല്ലേ? ആത്മാവ് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുന്നതല്ലേ? ആത്മാവ് രോഗശാന്തി വരുത്തുന്നതല്ലേ? ആത്മാവ് ഭൂതങ്ങളെ അഴിച്ചുവിടുന്നതല്ലേ? അതിൻ്റെ പ്രവൃത്തികളെ തകർക്കുന്നതല്ലേ? സഭാമണ്ഡലം പറയണോ? നമ്മുടെ പള്ളിയിൽ കുട്ടികൾ പലരും ഭൂതബാധിതരുണ്ടെന്നറിയോ? ഞങ്ങൾ നടത്തിയ യോഗങ്ങളിൽ നമ്മുടെ പല കുട്ടികൾക്കും ഭൂതോളായി. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് അലറി വിളിക്കുന്നു. ഭൂതത്തിൻ്റെ അലർച്ച കേൾക്കണം. എന്തൊരു ഭയങ്കര അലർച്ച! എവിടുന്ന് കയറി? ശുദ്ധി വിട്ടപ്പോൾ കയറി, മോഹം കയറിയപ്പോൾ കയറി, പ്രേമം കയറിയപ്പോൾ കയറി, അശുദ്ധിയിലെ കാല് വെച്ചപ്പോൾ ഭൂതം കൂടെ കയറി. ആത്മഹത്യ ശ്രമം നടത്തി എത്ര എണ്ണം ഉണ്ടെന്നറിയോ? അപ്പൻ അറിഞ്ഞില്ല, അമ്മ അറിഞ്ഞില്ല. ഇത് വല്ലതും അറിയുന്നോ? ചിനിതി ഖെറൂഷ്യ. പിശാച് കയറി വീട്ടിൽ കയറി തൻ്റെ ആധിപത്യം സ്ഥാപിച്ചിട്ട് സിംഹാസനങ്ങളിട്ടിട്ട് ഇതൊന്നും തിരിച്ചറിയാതെ വ്യക്തികളും സഭകളും പോകുമ്പോൾ ഇതിനെ പിടിച്ചു കെട്ടാൻ ആൾ വേണ്ടേ? ഇതിന് ശുശ്രൂഷക്കാർ വേണ്ടേ? ഇതിന് പുരുഷന്മാരും സ്ത്രീകളും വേണ്ടേ? ആത്മശക്തിയുള്ള നിങ്ങൾ ചിലർ രംഗത്ത് വന്നിട്ട് പിശാചെ നില്ലവിടെ, നിന്റെ പ്രവൃത്തികളും എടുത്തുകൊണ്ട് ചരക്കുമെടുത്തുകൊണ്ട് പൊയ്ക്കോണം എന്ന് വിളിച്ചു പറയാൻ ജനം വരേണ്ടതിന് പകരം നിസ്സഹായരായി നോക്കി നിൽക്കുന്ന മണ്ഡലം അവസാനിപ്പിച്ച് സ്തോത്രം 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 സ്തോത്രം. ആ കത്തിയ തീ കൂടുതൽ കത്തിക്കാൻ ശ്രമിക്കൂ. തീയുള്ള വേറൊരാടെ കൂടെ ചേര്. അങ്ങനല്ലേ? വിറക് കൂട്ടിയിടുമ്പോഴല്ലേ വലിയ തീ ഉണ്ടാകുന്നത്. തീ ഉള്ളവന്റെ കൂടെ കൂട്, തീ കെടുത്തുന്നവന്റെ കൂടെ കൂടരുത്. നിന്നിലുള്ള ആത്മപ്രവർത്തിക്ക് മണ്ടയ്ക്ക് വെള്ളമൊഴിച്ച് ഇതിനെ നിർവീര്യമാക്കുന്നവന്റെ കൂടെ കൂടാതെ, ഇതിനെ വിമർശിക്കുന്നവന്റെ കൂടെ കൂടാതെ, ആത്മാവിന്റെ ബലം തരുന്നവന്റെ കൂടെ കൂടി പ്രാർത്ഥിക്കാൻ നോക്കൂ, ബലം കൈക്കൊള്ളാൻ നോക്കൂ, നിന്റെ തീ ജ്വലിപ്പിക്കാൻ ശ്രമിക്കൂ. ഇതൊരു വലിയ ജ്വാലയായി, ഇതൊരു വലിയ തീഗോളമായി ദേശത്തെ പിടിച്ചടക്കാൻ, ആത്മമണ്ഡലം വരാൻ ജനം ഒരുങ്ങുന്നതിന് പകരം ജീസസ്, ഞാൻ തെളിച്ച് വിളിച്ചു പറയുന്നു, വിമർശകരുടെ കൂടെ കൂടി, വിമർശകരുടെ വാക്ക് കേട്ട്
അവരുടെ വീഡിയോയും കണ്ട് അവരുടെ എഴുത്തുകളും കണ്ട് രസിക്കാതെ, വിമർശനത്തിന് നിന്റെ തല വിട്ടുകൊടുക്കാതെ, ആത്മപ്രവൃത്തി എല്ലാം ഒന്നും മനസ്സിലാവില്ല. ആത്മാവിന്റെ ആഴങ്ങൾ അറിയാവുന്നവൻ ആര്? മുഴുവൻ അറിഞ്ഞവർ വല്ലവരും ഉണ്ടോ? കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും എല്ലാം പുറകെ പോകരുത്. അത് ഞാൻ സമ്മതിച്ചു. അവിടെ ഇവിടെ കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും പുറകെ പോകരുത്. പക്ഷെ ആത്മാവിന് തുറന്ന മനസ്സ് വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സമ്മതിച്ചു കൊടുക്കണം. ആരെ ഇമിറ്റേറ്റ് ചെയ്യണ്ട. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിന് ചെയ്യാനുള്ളത് ചെയ്യാൻ തുറന്ന മനസ്സോടെ, തുറന്ന ഹൃദയത്തോട് ഒരുങ്ങിയിരുന്നാൽ അതിൻ്റെ പ്രവൃത്തി വേണം. ഒന്നുകൂടെ പറയുന്ന, തീ കെടുത്തുന്നവന്റെ ശബ്ദം കേട്ട് നിന്നിലുള്ള ജ്വാല ഇല്ലാതാക്കി കെടുത്തി നിർത്തിപ്പോകാതെ, ദൈവമേ തീ എന്നിൽ കത്തിക്കണമേ. കമാൻ, ജ്വലിപ്പിക്കാൻ പറ്റിയ വേറെ ചിലരെ കണ്ടെത്തിയാൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറാകൂ. ആത്മാവിന് വ്യാപാരം കൈക്കൊണ്ട് ഒരു പുതിയ മണ്ഡലത്തിൽ പോകാൻ ആത്മാവിനാണ് ഞാൻ പറയുന്നു. ആത്മാവിനെ പറയാനുള്ള ഒരു സന്ദേശം കൂടി ഞാൻ വിളിച്ചു പറയുന്നു. അവിടെ പറയുന്നു, നീ അസൽ സ്വത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നോട് ചിലത് വിലയ്ക്ക് വാങ്ങാൻ ഞാൻ നിന്നോട് പറയുന്നു. എന്ത് വേണം? തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, ശുദ്ധ പൊന്ന്. അതല്ലേ തീയിൽ ഊതിക്കഴിച്ചെന്ന് പറഞ്ഞാൽ? കേടുപോക്കിയ, കീടം നീക്കിയ പൊന്ന്. താഴോട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. എനിക്ക് വേണ്ടി ഒഴുക്കിയെടുക്കാനുള്ളതിനെ ഞാൻ തീ കൂടെ കടത്തും, ശോധന ചെയ്ത് കടത്തും. ചനരബിഖസ്യ, പരിശോധനകൾ കൂടെ നടത്തും. നിന്റെ ആത്മീയ ശരിയാണോ കള്ളമാണോ എന്ന് തെളിയിക്കാനുള്ള മണ്ഡലം ഉണ്ടാക്കും. അവിടെ നിന്റെ ജീവിതം തെളിയിക്കണം. അങ്ങനെ ശോധനകളിൽ കൂടെ കൊണ്ടുപോയി പണിഞ്ഞെടുത്ത ചിലത്, അതിനാണ് ശോഭയുള്ളത്. അവിടെ എവിടെ ചാടിക്കേറി വരുന്നവന്റെ മേൽ കൃപയുണ്ടാവില്ല. പരീക്ഷകളിൽ കൂടെ കൊണ്ടുപോയി, കഷ്ടങ്ങളിൽ കൂടെ കൊണ്ടുപോയി പാഠം പഠിപ്പിച്ച് ഒരുക്കിയെടുത്ത് ആത്മാവ് നിലനിർത്തുന്ന ചിലത്, ആ മണ്ഡലത്തിൽ പോയി സ്വത്ത് പ്രാപിക്കാൻ മനസ്സുണ്ടോ? അതോ ഭൂമിയിൽ കിട്ടുന്ന പണമാണോ വലുത്? അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നീ ഇട്ടിരിക്കുന്ന സിൽക്കിന്റെ ആ കൂടിയ വസ്ത്രമല്ല അസൽ വസ്ത്രം. ഞാൻ തരുന്ന വസ്ത്രം, ഞാൻ തരുന്ന നീതിയുടെ അങ്കി. നീ ഭൂമിയിൽ ഉണ്ടാക്കിയ പണമല്ല, നിന്റെ സ്വത്തുക്കളല്ല, ഞാൻ തന്നിരിക്കുന്ന ആത്മിക അനുഭവങ്ങൾ. റോമാനിയ നിന്റെ മേൽ വ്യാപരിച്ച ആത്മാവിന്റെ വ്യാപാരം. അതിൻ്റെ മൂല്യം പണത്തിനില്ല, അതിൻ്റെ മൂല്യം കെട്ടിടങ്ങൾക്കില്ല. ആത്മശക്തിയുടെ വ്യാപാരം പോലെ വലിപ്പം വേറൊന്നിനുമില്ല എന്നറിഞ്ഞോണം. പറയാനുള്ള ഒരു ദൂതും കൂടി, നിന്നെ കണ്ണിലെഴുതാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങണം. ദർശനം മങ്ങിപ്പോയിരിക്കുന്നു. ആത്മമണ്ഡലം കാണാൻ പറ്റാതെ കണ്ണ് മങ്ങിപ്പോയിരിക്കുന്നു. ഈ കണ്ണേ പ്രവർത്തിക്കുന്നുള്ളൂ, ആത്മകണ്ണ് പ്രവർത്തിക്കുന്നില്ല. നേട്ടമെന്ന് പറയുന്നത് ഭൗമികമാണെന്ന് ഇന്നത്തെ ജനത്തെ, ശുശ്രൂഷക വൃന്ദത്തെയും പിശാച് ധരിപ്പിച്ചു വച്ചിരിക്കുന്നു. ജീവിക്കുന്നത് ഇവിടെ നേട്ടം ഉണ്ടാക്കാൻ, ഇവിടെ മെച്ചമായ ജീവിതം ഉണ്ടാകാൻ. ഇതിനല്ല ആത്മീക ജീവിതം. സ്വർഗമണ്ഡലത്തിന് വേണ്ടിയാണ് ആത്മജീവിതം.
ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാനാണ് ആത്മമണ്ഡലം. അത് വലുതാണെന്ന് കാണാൻ പറ്റാതെ കണ്ണുകൾ മുഴുവൻ ഈ ഭൂമിയിൽ കൊണ്ട് വെച്ചിരിക്കുന്നിടത്ത് ആത്മാവ് പറയുന്നു, ഒരു ലേപം വാങ്ങിക്കണം, ആത്മാവിൻ്റെ ഒരു മരുന്ന് വാങ്ങിച്ചോണം. ദർശനം കണ്ടിരുന്നവരില്ലേ? പലതും കൊണ്ടും നിർത്തിവെച്ചില്ലേ? ഇല്ലേ? ചില ദർശനങ്ങളാൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ടാവാം, ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടാവാം. നീയും വിചാരിച്ചു മതിയെന്ന്. ദർശകന്മാർക്കും ആത്മീയ ശുശ്രൂഷകർക്കും വിമർശനം ഉണ്ട്, ആക്ഷേപമുണ്ട്, ഉപദ്രവമുണ്ട്. ആത്മീയ ശുശ്രൂഷ എടുക്കാൻ തയ്യാറായോ? അതും കൂടെ കൈക്കൊള്ളാൻ തയ്യാറായിക്കോണം. ഈ കണ്ണിന് കേടുവരുത്തിയത് നിർത്തിയിട്ട് ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു, വരുന്ന മരുന്ന് വാങ്ങിച്ചോണം. കണ്ണ് ശരിയാക്കുന്ന മരുന്ന് വാങ്ങിച്ചോണം. ആത്മാവിൻ്റെ മരുന്ന് വാങ്ങിച്ചോണം. ദർശനത്തിലേക്ക് തിരിച്ചു വരണം, കൃപാവരത്തിലേക്ക് തിരിച്ചു വരണം. കൈവിട്ട് പോയത് തിരിച്ചു വാങ്ങിക്കണം. ഭൂമിയിലെ വലിപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത്, പിള്ളേർ മിടുക്കരായെന്നും പറഞ്ഞിരിക്കരുത്, അവരുടെ ഡിഗ്രിയും പറഞ്ഞുകൊണ്ടിരിക്കരുത്, വീടിൻ്റെ വലിപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത്. പകരം പണ്ട് പ്രാപിച്ച ദൈവകൃപ തിരിച്ചെടുക്കാൻ, ദർശനം പ്രാപിക്കാൻ, പ്രവചനം പ്രാപിക്കാൻ, കൃപാവരം പ്രാപിക്കാൻ, ആത്മശക്തി പ്രാപിക്കാൻ ദൈവത്തിന്റെ മുമ്പാകെ നിലപാട് വീണ് ഒരുങ്ങാൻ ഒരു സംഘം തയ്യാറാകട്ടെ. ഞാൻ എൻ്റെ വാക്ക് നിർത്തണം. ഒരു സന്ദേശം, പ്രധാനമായി പറയേണ്ട ഒരു സന്ദേശമുണ്ട്. അതെന്തെന്നാൽ, ശുശ്രൂഷയ്ക്ക് മുമ്പിൽ നിൽക്കുന്നവരെ, ഇറങ്ങുന്നവരെ, വിശ്വാസിയെയും ശുശ്രൂഷകരെയും ദണ്ഡിപ്പിച്ച്, ശാരീരികമായി ദണ്ഡിപ്പിച്ച് ഒരു വല്ലാത്ത ശക്തി ഈ മണ്ഡലത്തിൽ വ്യാപരിക്കുന്നു. ശരീരത്തിന് കേടുവരുത്തി, ഹാർട്ടിന് കേടുവരുത്തി, ശരിക്കും നീ ജീവിക്കാൻ സമ്മതിക്കാതെ ദണ്ഡിപ്പിക്കുന്ന ഒരു ശക്തി, മുമ്പോട്ട് പോകാൻ വിചാരിക്കുന്നവരെയൊക്കെ പിടിച്ചു നിർത്തുന്നൊരു മണ്ഡലം ഇവിടെ വ്യാപരിക്കുന്നു. ഇന്ന് പകൽ കേൾക്കൂ, ഇന്ന് പകൽ ഇതിൻ്റെ മേൽ ജയമെടുക്കണം. നിന്നെ ഒതുക്കാൻ, ശുശ്രൂഷയെ ഒതുക്കാൻ വന്നിരിക്കുന്ന ഈ ദണ്ഡനം ബലഹീനതയാണെന്ന് ധരിച്ച്, രോഗമാണെന്ന് ധരിച്ച് ഒതുങ്ങിയിരിക്കാതെ അതിൻ്റെ ആധിപത്യത്തെ ഇന്ന് പൊട്ടിച്ചു കളയണമെന്ന്. ഏത് ആത്മശുശ്രൂഷക്കാരൻ ഈ ബന്ധനത്തിലാണോ, ഞാൻ വ്യക്തമായി അറിയുന്ന കാര്യം വിളിച്ചു പറയുന്നത്, എൻ്റെ ശരീരത്തിൽ അറിയുന്ന കാര്യം വിളിച്ചു പറയുന്നു, അതിൻ്റെ ആധിപത്യത്തെ ഇന്ന് പകൽ പൊട്ടിച്ചെടുക്കുകയാണ്. ഇന്ന് ഈ യോഗം കൊണ്ട് ദൈവാത്മാവിന് ചെയ്യാനുള്ള കാര്യം. അതിൻ്റെ മേൽ ദൈവജനത്തിന് അധികാരമുണ്ടെന്ന് ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുന്നു. ദൈവജനം തങ്ങളുടെ ആത്മീയ അധികാരം തിരിച്ചറിയണം. നല്ലൊരു പങ്ക് ആളുകൾക്ക് അറിയില്ല. അവരെ അയക്കുന്ന പിശാചാണ് വലുതെന്നാണ്, നമ്മൾ വെറും മനുഷ്യരാണെന്നാണ്. അല്ല, നമ്മൾ വെറും മനുഷ്യരല്ല, ആത്മാവിനെ പ്രാപിച്ച മനുഷ്യരാണ്. ആത്മാവിൻ്റെ ശക്തിയുടെ മുമ്പാകെ, അസൽ അഗ്നി ജ്വലിക്കുന്നതിൻ്റെ മുമ്പാകെ
പിശാചിന് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ നല്ല മണ്ഡലം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ തീയാണ്. ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് ഭൂതാത്മാക്കൾ വിളിച്ചു പറയുന്ന കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിന്റെ മേലെ ആ തീ ജ്വലിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ആ തീ ജ്വലിക്കുന്നെങ്കിൽ, നിന്റെ സഭയിൽ ആ തീ ജ്വലിക്കുന്നെങ്കിൽ ദുഷ്ടപിശാച് വഴിമാറിപ്പോകും. അതിൻ്റെ ആധിപത്യങ്ങൾ അവസാനിക്കും. നിന്റെ മേൽ വെച്ച കയ്യ് ഇന്ന് പകൽ എടുത്ത് മാറ്റണം. അതിൻ്റെ ആധിപത്യം, അതിൻ്റെ ദണ്ഡനം ഇന്ന് പകൽ അഴിഞ്ഞു മാറണം. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. നമ്മുടെ ജോലി നാട്ടിൽ നിന്ന് അഴിച്ചു കളയുക എന്നുള്ളത്, വ്യക്തികളിൽ നിന്ന് അഴിച്ചു കളയുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ കയറി പിള്ളേരെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അഴിച്ചു കളയണം. പുറത്ത് പറയാതെ ഒളിച്ചു കൊണ്ടു നടക്കരുത്. പല വീട്ടിലും കെട്ടിയിരിക്കുന്ന ആരും പുറത്ത് പറയാതെ കൊണ്ടു നടക്കുകയാണ്, ഒതുക്കി വെച്ചിരിക്കുകയാണ്. ചീനബരിയ ബുദ്ധിയെ കെട്ടിയിട്ടില്ലേ? പിള്ളേരുടെ പലരെ ജീവിതത്തെ കെട്ടിയിട്ടില്ലേ? സഭയിലല്ലാതെ വേറെ എവിടെയാണ് അഴിക്കേണ്ടത്? അഴിക്കാൻ വേറെ എവിടെ സ്ഥലമുണ്ട്? ഈ മണ്ഡലത്തിൻ്റെ മേൽ ആധിപത്യം സഭ എടുത്തിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇന്ന് ഈ യോഗത്തിൽ സംഭവിക്കേണ്ട കാര്യം, അങ്ങനെ ആത്മശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അതിന് നിൽക്കുന്നവരുടെ മേൽ തടയുന്ന, ശാരീരികമായി ശരിക്കും ചെറുത്ത് നിൽക്കുന്ന, പോകാൻ സമ്മതിക്കാതെ, നിന്നെ മുന്നേറാൻ സമ്മതിക്കാതെ പിടിച്ചു കെട്ടിയ, അല്ല വേറെ മണ്ഡലത്തിൽ കെട്ടിയതിന് അഴിക്കാൻ ദൈവം നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. അതിന് അധികാരം തന്നിരിക്കുന്നു. അങ്ങനെ വചനം തറപ്പിച്ച് പറയുന്നു ഇല്ലേ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു കടിക്കാതെ ചവിട്ടാൻ, കാൽക്കീഴാക്കി കളയാൻ വിളിച്ചിരിക്കുന്ന ജനം ഇന്നിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് എഴുന്നേക്കണം. ഈ ഒതുങ്ങിയ മണ്ഡലത്തിൽ, ഈ പരിമിതപ്പെട്ട മണ്ഡലത്തിൽ, ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇതല്ല ആദിമ സഭയിൽ നടന്നത് നടക്കണം, എൻ്റെ മേൽ നടക്കണം, എൻ്റെ കാലത്ത് നടക്കണം, എൻ്റെ സഭയിൽ നടക്കണം. ജമാരി പുറുബൂറബാഹസു പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല, അത് സംഭവിക്കണമെന്ന് ഇവിടെ വെച്ച് സംഭവിക്കണം. ചിലർ അല്പം കൂടെ യാതനയും പ്രാർത്ഥനയും ഉപവാസ ആവശ്യമുള്ള മണ്ഡലമുണ്ട്. പക്ഷെ ഇവിടെ തുടങ്ങണം. ഇന്ന് അതിനെ പിടിച്ചു കെട്ടുന്ന പ്രവൃത്തി നടക്കണം. താമസിയാതെ, എന്തിനധികം ദിവസം, ഒരാഴ്ചക്കകം അതിൻ്റെ പ്രവൃത്തിയെ പിടിച്ചു കെട്ടണം. ഇന്ന് പിടിച്ചു കെട്ടണം. പിടിച്ചു കെട്ടാൻ മേലാതെ ആധിപത്യം കൂടുതലുണ്ടെന്ന് പറയുന്നതിന് നമുക്കൊരു ഒരുക്കം വേണമല്ലോ. അവിടെയാണ് പ്രശ്നം. അല്ല ഇന്ന് അഴിക്കാൻ മേലെന്നല്ല, ഏതും ഇന്ന് അഴിച്ചു കളയാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളൊന്ന് ഒരുക്കിയെങ്കിൽ പറ്റുള്ളൂ. നമ്മളിൽ പണിയാനുള്ള പണി നടക്കണം.
ആ തീ ഒന്ന് കത്തണം. ഇതിനകത്ത് ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിക്കണം, ജ്വലിപ്പിക്കേണ്ടതിനെ ജ്വലിപ്പിക്കണം. ജീസസ് ചിലരുടെ കൂടി ഇരിക്കണമെന്ന്, ആത്മശക്തി ഉള്ളവരുടെ കൂടെ ഒന്ന് ഇരുന്ന് ഒന്ന് ജ്വലിപ്പിച്ച് അതിൻ്റെ കെട്ടഴിച്ച്. ഇല്ല പിശാചേ, നിന്റെ ആധിപത്യത്തെ സമ്മതിച്ചു തരില്ല. ജില്ലയുടെ മേൽ വ്യാപരിക്കുന്ന ആധിപത്യമേ, ഇതിനെ സ്വതന്ത്രമാക്കില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ആധിപത്യമേ, നിന്നെ തോപ്പിച്ച യേശുക്രിസ്തുവിൻ നാമത്തിൽ അതിൻ്റെ ബലത്തിൻ്റെ വ്യാപാരത്താൽ നിന്നെ മെതിച്ചു കളയുന്നു എന്ന് പറയാൻ അധികാരമുണ്ടാകാൻ ജീസസ്. പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ശക്തിക്ക് വേണ്ടി എന്നെ ദൈവം ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളെ, എന്നെ എന്ന് പറഞ്ഞാൽ എന്നെ എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഈ കൂട്ടമായി ആത്മാവിൽ ഈ ദേശത്തിൻ്റെ അധിപതിയുടെ മേൽ ഇന്നൊരു ജയം ശരിക്കും എടുത്ത് പ്രഖ്യാപിച്ചിട്ട് പോകാൻ പറ്റുമോ? ഇതിനോട് പറയാൻ പറ്റുമോ? പിശാചേ, നീ അല്ല വലുത്, യേശുവാണ് വലുത്. യേശു നിന്നെ തോപ്പിച്ചാണ്. ഞാൻ ആത്മകാര്യത്തിന് പോകുമ്പോൾ എന്നെ തടയാൻ നിന്ന് പലപ്പോഴും മുടക്കിയ, ശരീരത്തിന് കേടുവരുത്തി പൊരുതിക്കൊണ്ടിരിക്കുന്ന ശക്തിയെ ഇന്ന് നിന്റെ കൈ എൻ്റെ മേൽ എടുത്ത് പൊക്കാറ്റും എന്ന് പറയാൻ ഇന്ന് വിശ്വാസമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിലേ ചെയ്യാൻ പോവാണ്. മസിലി ദുഃഖുറുബു ശാന്തനരബക്കനസി തട്ടൂറബശന്തിനിയ. ആത്മമണ്ഡലം അറിയുവാൻ ജനം തയ്യാറാവൂ. ഭൗമിക മണ്ഡലമല്ല വലുത്, ആത്മമണ്ഡലമാണ് വലുത്. അത് തിരിച്ചറിയാൻ ഇന്ന് പകൽ വചനം വിളിക്കുകയാണ്. സമ്പന്നൻ, ധനവാൻ, ഇവിടെ ഒതുങ്ങി എന്ന് പറയുന്നതിന് അപ്പുറം ദൈവത്തിൻ്റെ വലിയ മണ്ഡലമുണ്ട്. ദൈവം ദേശത്ത് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിക്ക് വേണ്ടി ഞാനും തയ്യാർ. എൻ്റെ കണ്ണ് തുറന്നു കിട്ടണം, ദർശനത്തിലേക്ക് വരണം. ഞാൻ എടുത്തു പറയുന്നു, കണ്ണ് തുറക്കാൻ പ്രത്യേകമായി, എന്നുവെച്ചാൽ ദർശനത്തിലേക്ക് വരാൻ പ്രത്യേകമായി ഒരുങ്ങാൻ ആത്മാവ് പറയുന്നു. വെളിപ്പാടുകളിലേക്കും ആത്മദർശനങ്ങളിലേക്കും ശുശ്രൂഷ വൃന്ദത്തെ ദൈവത്തിന് കൊണ്ടുപോകണം. നിങ്ങൾ കാണുന്നത് പോലെയും അറിയുന്നത് പോലെയും അല്ല ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത്. അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ഡലത്തിലാണ് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത്. അത് കാണാൻ, അത് വിശ്വസിക്കാൻ ഇന്ന് ആത്മാ വിളിച്ച് പറയുന്നു, അതിന് മരുന്ന് വാങ്ങിക്കാൻ റെഡി ആയിക്കോളും. അതാണ് പ്രത്യേക സന്ദേശം. അതിന് മരുന്ന് വാങ്ങാൻ തയ്യാറായിക്കോളും. അത് ദൈവത്തിൽ നിന്ന് വാങ്ങിക്കണം. പ്രാർത്ഥിക്കാൻ പോവാണ്, ജയം എടുത്ത് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ? പറഞ്ഞ ദൂതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ആ ദൂതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒതുക്കി വെച്ച ഈ അന്ധകാര ശക്തിയുടെ പ്രവൃത്തിയെ
ഇന്ന് പൊട്ടിച്ച് എറിഞ്ഞു കളഞ്ഞിട്ട് പോവാൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തയ്യാറായിക്കൊള്ളുമോ? ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം, ഞാൻ ആത്മാധികാരത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പിശാചിൻ്റെ പ്രവർത്തികൾ അഴിക്കുന്നതിൽ വിശ്വസിക്കുന്ന ആളാണ്. അതിനുവേണ്ടി സഞ്ചരിക്കാൻ ദൈവം ഞങ്ങളെ നിയമിച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ടി ദേശം പോകാൻ ദൈവം ഞങ്ങളെ പറഞ്ഞു വിട്ടുള്ളതാണ്. ഇനി ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുള്ള എൻ്റെ സംഘം എൻ്റെ കൂടെ ഇല്ല. എങ്കിലും നിങ്ങളും എൻ്റെ സഹോദരങ്ങളാണല്ലോ. നിങ്ങൾക്കും ആത്മാവിൽ എൻ്റെ കൂടെ ചേരാം. ഇന്ന് പകൽ അങ്ങനെ ജയമുണ്ടാകും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ അനുഭവത്തിൽ ഈ ആത്മകാര്യങ്ങൾക്ക് എതിരായിട്ട് നിന്ന് ശരീരത്തിന് സ്വാതന്ത്ര്യം തരാതെ മണ്ഡലത്തെ സ്വതന്ത്രമാക്കാൻ സമ്മതിക്കാതെ ഒതുക്കി വെച്ചിരിക്കുന്ന തടയുന്ന ശക്തി അനുഭവിക്കുന്നവർ നിങ്ങൾ എത്ര പേര് ഇതിനകത്തുണ്ട്? ഈ ആത്മമണ്ഡലത്തിന് പോകുമ്പോൾ ഇതിനെ തടയുന്ന, ഈ ആത്മമണ്ഡലത്തെ തടയുന്നവർ അനുഭവിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഉള്ളവർ ജയം വേണ്ടിയവരെ വിശ്വസിച്ച് കൈവെക്കൂ. അതിനെ സംബന്ധിച്ചാണ് ആത്മാവ് പറയുന്നത് അതങ്ങനെ തുടരാൻ പാടില്ല. ജീസസ്, ഞാൻ സ്വതന്ത്രനായിരിക്കണം. ദുഷ്ടൻ്റെ ആധിപത്യം എൻ്റെ മേൽ പാടില്ല, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ പാടില്ല, എൻ്റെ ശരീരത്തിൽ പിശാച് നിനക്ക് അവകാശമില്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവിനെ താമസിക്കാനുള്ളതാണ്, പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാനുള്ളതാണ്. ആകയാൽ എൻ്റെ ശരീരത്തിൻ്റെ മേൽ നിനക്ക് അവകാശം ഇല്ല. നിന്റെ കൈയെടുത്തോണ്ട് പൊയ്ക്കോണം, നിന്റെ ചരക്ക് മേലാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആത്മാവിൽ അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയും, ഒന്നുകൂടെ പറയുന്നു, അത് ഈ ദേശമണ്ഡലത്തിൻ്റെ മേലാണ് ആധിപത്യം എടുക്കാൻ പോകുന്നത്. ഈ മണ്ഡലത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഈ ദുഷ്ടശക്തിയുടെ മേൽ ആധിപത്യമെടുത്ത് അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ. ആത്മാവിൽ കെട്ടപ്പെട്ടവർ സ്വതന്ത്രരാകാൻ ദൈവത്തിന് മുമ്പാകെ വീഴണം. ഭൗമിക കാഴ്ചപ്പാടിൽ ഒതുങ്ങി അത് ആത്മജീവിതത്തിന് തകർത്തതാണ്. അതുകൊണ്ട് എടുത്തു പറയാൻ ആത്മാവിനോട് പറയുന്നു, ഭൗമിക കാഴ്ചപ്പാടുകൾ ഒതുങ്ങിയവർ അത് തകർച്ചയാണ്. പകരം ഒരാത്മിക കാഴ്ചപ്പാടിലേക്ക് പ്രവേശിക്കാനും ഇവിടുത്തെ ഒരു നേട്ടവും മൂല്യമുള്ളതല്ല. മൂല്യം ആത്മീക കൃപയ്ക്കും ആത്മശക്തിക്കും ആത്മശുശ്രൂഷയ്ക്കുമാണ്. ബാക്കി ഒന്നിനും ഈ മൂല്യം ഇല്ല. അതുകൊണ്ട് അതിനെ തടയുന്ന സകല ഭൗമ മണ്ഡലവും താഴെ വെക്കാൻ തയ്യാറാവണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. ആത്മശുശ്രൂഷയ്ക്ക് പോകുന്നതിന് സമ്മതിക്കാതെ ഒതുക്കിയ മണ്ഡലമാണ് ഭൗമിക നേട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്ത, ഇവിടുത്തെ കുറിച്ചുള്ള തൃപ്തി. അത് വാരിക്കളയണമെന്ന് ആത്മാവ് പറയുന്നു. ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേക നിയോഗമുള്ള ചിലരെങ്കിലും ഉണ്ടല്ലോ.
ഉള്ളം കത്തിക്കൊണ്ടിരിക്കുന്ന ചിലതെങ്കിലും ഉണ്ടല്ലോ, അതിലൊരാത്മവ്യാപാരത്തിൻ്റെ ജ്വലനം ഇന്ന് പകൽ ആത്മാവിട്ടിട്ട് ആ തീയൊന്ന് കത്തിച്ചിട്ട് പറയുകയാണ്, നീ എഴുന്നേറ്റോളൂ, നിന്റെ മേലൊരു പ്രവൃത്തി വെളിപ്പെടുത്തുന്നു. ചിലതിനെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി ഒരു കുതിപ്പിനുള്ള ബലം തന്ന് എഴുന്നേൽപ്പിക്കാനുള്ള ഒരു വ്യാപാരം ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. അതിന് മുന്നേറ്റത്തിനുള്ള ശക്തിയായി ഈവൻ കാലുകളിൽ അനുഭവപ്പെടും, ഒരു ബലത്തിന്റെ വ്യാപാരമായി വരും. ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കൂ. അവനവന്റെ കാര്യത്തിൽ എന്താണോ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത് അതിനൊന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കും. ചിലത്തര വികസ്യാന, ഏറ്റുപറയേണ്ടതിന് ഏറ്റുപറഞ്ഞ് സമർപ്പിക്കേണ്ടത് സമർപ്പിച്ച് ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വരുമെന്നും ഇന്ന് പകൽ അവരുമായി ഒരത്താഴം കഴിക്കുന്ന സമ്പ്രദായം ദൈവം നടപ്പാക്കുമെന്നും ഈ വചനത്തിലൂടെ ആത്മാവ് ഓർപ്പിക്കുന്നു. എടുത്താട്ടൊരു മിനിറ്റ് നേരം സമർപ്പണത്. Jesus, 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 Jesus. Jesus. ഇന്ന് പകൽ ആ ജയത്തിന്റെ മണ്ഡലത്തിലേക്കൊന്ന് പോകാൻ ഒരുങ്ങോ? വിശ്വസിക്കുക, ഈ മുറിക്കകത്ത് ജയമെടുക്കാൻ കഴിയും. ജയമുണ്ട്. അത് ഈ ആകാശ മണ്ഡലത്തിന്റെ മേലുള്ള ജയമായി ആത്മാവായിക്കും. കാണാത്ത മണ്ഡലങ്ങളുടെ മേലുള്ള ജയമായി ഇന്ന് പകൽക്കാലം അത് വിന്യസിക്കപ്പെടും. അതുകൊണ്ട് വിശ്വസിക്കുന്നവർ അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തയ്യാറായിക്കൊള്ളും. ആത്മാവിലാണ് മണ്ഡലത്തെ കൈകാര്യം ചെയ്യുന്നത്, ബുദ്ധിയിലല്ല. അതുകൊണ്ട് ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് മാറി ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുവാനായി ആത്മാവിന്റെ നിയോഗമുള്ളവർ അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകും, ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറാകും. അതോടെ ആ ശരീരത്തിന്റെ മേൽ കെട്ടുന്ന കെട്ടുകൾ ഇന്ന് പകൽ അഴിയുന്നതായി ബോധ്യപ്പെട്ടോണം, സ്വീകരിച്ചോണം. In the name of the Lord. അല്പസമയം ആത്മാവിൽ തന്നെ ജാഗരിക്കാൻ, ആത്മാവിൽ തന്നെ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ തന്നെ ആരാധിക്കുവാൻ ശരീരത്തെ വിട്ടുകൊടുക്കും. Arakadala dhiratika jabaranakada bashantura bahasi randa maratulu durakha barassi nidereya jeyala rukhudara bashanta prabassi duttari vikadala hatuni divigadara lavatturu vigade aragada janadara dijala rebashyo rekhe meuri gandale rebasya turukhore shamare ala tukhora bassanto rulottari vikasye